ഹലോ. ജംഗ്ഷൻ റൂൾ അല്ലെ, കിർച്ചോഫ്സ് ജംഗ്ഷൻ റൂൾ ആണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞത്. സോ എന്തായിരുന്നു ജംഗ്ഷൻ റൂള്? ജംഗ്ഷൻ റൂൾ എന്ന് പറഞ്ഞാല് സം ഓഫ് കറണ്ട്സ് അറൈവിംഗ് ദി ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു സം ഓഫ് കറണ്ട്സ് ലീവിംഗ് ദി ജംഗ്ഷൻ. സോ നമുക്ക് ജംഗ്ഷൻ റൂൾ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ആൾജിബ്രായിക് സം ഓഫ് ഓൾ ദി കറണ്ട്സ് അറൈവിംഗ് ദി ജംഗ്ഷൻ അല്ലെ, ജംഗ്ഷനിലോട്ട് വരുന്ന കറണ്ടിന്റെ സം തന്നെയാണ് എന്തെന്ന് പറയുന്നത്, ജംഗ്ഷനിൽ ലീവ് ചെയ്യുന്ന കറണ്ട്. സോ I1, I2, I3, I4. So I1 plus I2 is equal to I3 plus I4. ഇനി എല്ലാ കറണ്ടും അറൈവ് ചെയ്യുന്ന പോലെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, if all the currents are arriving, എല്ലാ കറണ്ടും അറൈവ് ചെയ്യുന്ന പോലെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ I3 ഇവിടെ എന്ത് ചെയ്യാണ്, ലീവ് ചെയ്ത് പോവാണ്. അതിനെ അറൈവ് ചെയ്യുന്ന പോലെ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എടുക്കണം. അങ്ങനെയാണെങ്കിൽ അത് -I3 എടുക്കണം. ഓക്കെ, കറണ്ടിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആവാന്ന് പറഞ്ഞാല് നെഗറ്റീവ് കറണ്ട് എടുക്കുന്നതിന് ഇക്വലന്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മളിങ്ങനെ ചില സർക്യൂട്ട്സ് ഒക്കെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, കറണ്ട് സോൾവ് ചെയ്ത് വരുമ്പോൾ കറണ്ടിന്റെ വാല്യൂ നെഗറ്റീവ് കിട്ടും. അപ്പൊ അത് കണ്ടിട്ട് അതിശയപ്പെടാനൊന്നുമില്ല. അതെന്താണ്, കറണ്ട് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്ച്വലി മൂവ് ചെയ്യുന്നതെന്നാണ് അതിന്റെ മീനിങ്. സോ നമുക്ക് അടുത്ത ടോപ്പിക് കിർച്ചോഫ്സ് ജംഗ്ഷൻ റൂൾ എടുക്കുമ്പോൾ അതിനകത്ത് കറണ്ടിന്റെ വാല്യൂ നെഗറ്റീവ് കിട്ടുന്ന സിറ്റുവേഷൻ ഒക്കെ വരും. അപ്പൊ വേറെ മീനിങ് ഒന്നുമില്ല, കറണ്ട് ആക്ച്വലി നമ്മൾ എടുത്തതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്ച്വലി ഫ്ലോ ചെയ്യുന്നതെന്നാണ് അതിന്റെ മീനിങ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ I1 plus I2 is equal to I3 plus I4. അതല്ലെങ്കിൽ ആൾജിബ്രായിക് സം ഓഫ് ഓൾ ദി കറണ്ട്സ്. ആൾജിബ്രായിക് സം എന്ന് പറയുമ്പോൾ ഒരു സൈൻ കൺവെൻഷൻ ഫോളോ ചെയ്യണം. -I3 plus -I4 is equal to 0. So this is Kirchhoff's junction rule. ഇത് എന്തിന്റെ കോൺസിക്വൻസ് ആണ്, അല്ലെങ്കിൽ ഇത് എന്തിന്റെ ഇതായിട്ടാണ് വരുന്നത്, എന്തിന്റെ കൺസർവേഷൻ പ്രിൻസിപ്പിൾ ആണ് ഇവിടെ പറയുന്നത്? പറഞ്ഞ എന്തിന്റെ കൺസർവേഷൻ പ്രിൻസിപ്പിൾ അത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്, ചാർജിന്റെ കൺസർവേഷൻ പ്രിൻസിപ്പിൾ ആണ്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ജംഗ്ഷൻ റൂൾ. ജംഗ്ഷൻ റൂൾ വളരെ സിമ്പിൾ ആണ്, കാര്യമായിട്ടൊന്നുമില്ല. ഇനിയുള്ളതാണ് ലൂപ്പ് റൂൾ എന്ന് പറയുന്ന സംഭവം. ഓക്കെ, ലൂപ്പ് റൂൾ, കിർച്ചോഫ്സ് ലൂപ്പ് റൂൾ വളരെ ഇമ്പോർട്ടന്റ്. ഇപ്പൊ ലൂപ്പ് റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ട് ഈസ് ലൂപ്പ് റൂൾ? ലൂപ്പ് റൂൾ വളരെ സിമ്പിൾ ആണ്. along a closed loop of a circuit, ഒരു സർക്യൂട്ടിന്റെ ഒരു ക്ലോസ്ഡ് ലൂപ്പിൽ, along a closed loop, algebraic sum of all potential differences, algebraic sum of PDs on a potential differences is 0. Okay, is 0. Algebraic sum of all the potential differences is 0. So ഇതാണ് ലൂപ്പ് റൂൾ പറയുന്നത്. കേൾക്കുമ്പോൾ പെട്ടെന്നൊന്നും മനസ്സിലാവില്ല, എന്താണ് ഇതെന്ന് നോക്കാം. ഓക്കെ, സോ സപ്പോസ് നമുക്കൊരു സിമ്പിൾ സർക്യൂട്ട് എടുക്കാം. ഇതിന്റെ വോൾട്ടേജ് 10 വോൾട്ട് ആണ്, അല്ലെങ്കിൽ ഇതിന്റെ വോൾട്ടേജ് V തന്നെ എടുക്കാം. 10 വോൾട്ട് എടുക്കണ്ട, V എന്ന് മാത്രം. ഇതിന്റെ റെസിസ്റ്റൻസ് R ആണ്. ഇതിലൂടെ എന്ത് ചെയ്യുന്നു, I എന്ന് പറയുന്ന ഒരു കറണ്ട് ഫ്ലോ ചെയ്ത് പോകുന്നു. ഓക്കെ, I എന്ന് പറയുന്ന കറണ്ട് ഫ്ലോ ചെയ്ത് പോകുന്നു. ഇവരൊക്കെ എന്താണ് ലേറ്റ് ആയിട്ട് വരുന്ന ഓരോരുത്തര്? ബസ്സൊന്നും ഇല്ലല്ലോ, ഓരോ സമയത്ത് ബസ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ്, ബസ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് ലേറ്റ് ആയിട്ട് വരുന്നത്. ഇപ്പൊ അപ്പുറത്തെ റൂമിൽ നിന്ന് ഇങ്ങോട്ട് വന്നാൽ പോരെ. ഓക്കെ, എങ്ങനെയാണ് ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, നമ്മൾ പറഞ്ഞു ആൾജിബ്രായിക് സം ഓഫ് ഓൾ ദി പൊട്ടൻഷ്യൽ ഡിഫറൻസസ് അക്രോസ് എ ക്ലോസ്ഡ് ലൂപ്പ് ഈസ് 0. സോ ആൾജിബ്രായിക് സം എന്ന് പറയുമ്പോൾ നമ്മളൊരു സൈൻ കൺവെൻഷൻ ഫോളോ ചെയ്യേണ്ടി വരും. അപ്പൊ എങ്ങനെയാണ് നമ്മൾ കിർച്ചോഫ്സ് ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യാൻ നോക്കാം? ആദ്യം നമ്മൾ ഈ ലൂപ്പിന് ഒരു നെയിം കൊടുക്കണം. ഈ ലൂപ്പിന്റെ ഏത് പോയിന്റിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം, ഈ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഈ ലൂപ്പിന്റെ നെയിം കൊടുക്കുന്നത് ABCD എന്നാണ്. എന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എവിടെ തന്നെ തിരിച്ചെത്തണം, എയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം, തിരിച്ചെത്തണം. സോ ABCD എന്ന് പറയുന്ന ഒരു ലൂപ്പ് എടുത്തു, എന്ന് സ്റ്റാർട്ട് ചെയ്ത് എയിൽ തന്നെ തിരിച്ചെത്തി. ഇനി അത് സെയിം ഓർഡറിലാണ്. ഇപ്പൊ നമ്മളെടുത്ത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ABCD. അങ്ങനെ തന്നെ എടുക്കണമെന്നൊന്നുമില്ല,
ADCBA എടുക്കാം. ഓക്കെ, ADCBA എന്ന് പറയുന്ന ഓർഡറിൽ എടുക്കാം. ഇനി ALനെ സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല, Bയിലോ Cയിലോ എവിടെ വേണമെങ്കിലും സ്റ്റാർട്ടും ചെയ്യാം. ഓക്കെ, ഇനി ആൾജിബ്രായിക് സം ഓഫ് ഓൾ ദി പൊട്ടൻഷ്യൽ ഡിഫറൻസസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനകത്ത് എന്താണ് എല്ലാ പൊട്ടൻഷ്യൽ ഡിഫറൻസസും കൂടി ആഡ് ചെയ്താൽ 0 കിട്ടുന്നതാണ് പറയുന്നത്. എല്ലാ പൊട്ടൻഷ്യൽ ഡിഫറൻസും കൂടി ആഡ് ചെയ്താൽ 0 കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാം പോസിറ്റീവ് ആയാൽ പറ്റും? ഇല്ല, അതിന്റെ അടുക്ക് പോസിറ്റീവും അടുക്ക് നെഗറ്റീവും കൂടി വന്നാൽ ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടുള്ളൂ. സോ അവിടെ നമ്മളൊരു സൈൻ കൺവെൻഷൻ ഫോളോ ചെയ്യണം, ഏതിനൊക്കെ പോസിറ്റീവ് കൊടുക്കണം ഏതിനൊക്കെ നെഗറ്റീവ് കൊടുക്കണം എന്നുള്ളത്. ഓക്കെ, സോ ഏതിനൊക്കെ പോസിറ്റീവ് കൊടുക്കണം, സൈൻ കൺവെൻഷൻ. ഓക്കെ, സൈൻ കൺവെൻഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു പ്രോപ്പർ സൈൻ കൺവെൻഷൻ ഫോളോ ചെയ്യണം. ഓക്കെ, സൈൻ കൺവെൻഷൻ നമ്മൾ ഫോളോ ചെയ്യുന്നു പല ബുക്സിനകത്തും. ചില ബുക്സിനകത്ത് ഞാൻ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, പക്ഷേ നിങ്ങൾ ഞാൻ പറയുന്നത് ഫോളോ ചെയ്താൽ മതി. കാരണം ഇതാണ് മേജർ ബുക്സിനകത്തും ഉള്ളത്, ഇതാണ് കുറച്ചുകൂടി പ്രോപ്പർ ആയിട്ടുള്ള സംഭവം ഇത് തന്നെയാണ്. ഓക്കെ, അതുകൊണ്ട് ഈ മെത്തേഡ് തന്നെ ഫോളോ ചെയ്താൽ മതി. മറ്റേ മെത്തേഡ് തെറ്റാണെന്നല്ല, നമ്മൾ ഇനി വരാൻ പോകുന്ന ചാപ്റ്റേഴ്സിലൊക്കെ ഈ മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് മറ്റേ മെത്തേഡ് പഠിക്കേണ്ട, ഈ മെത്തേഡ്, രണ്ട് മെത്തേഡും കൂടി പഠിച്ചു വെച്ചാൽ കൺഫ്യൂഷൻ ആവും. ഞാൻ പറയുന്ന സൈൻ കൺവെൻഷൻ മാത്രം ഫോളോ ചെയ്താൽ മതി. ഓക്കെ, എന്താണ് സൈൻ കൺവെൻഷൻ എന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ റൈസ്, പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യുന്ന സിറ്റുവേഷൻ, പൊട്ടൻഷ്യൽ റൈസ് is given പോസിറ്റീവ് സൈൻ. പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യുന്ന സിറ്റുവേഷനിൽ നമ്മൾ പോസിറ്റീവ് സൈൻ കൊടുക്കും. പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്യുന്ന സിറ്റുവേഷൻ, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഉണ്ടാവുന്നുണ്ട്, പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ റൈസിന് നേരെ ഓപ്പോസിറ്റ് ഈസ് ഗിവൺ നെഗറ്റീവ് സൈൻ. ഓക്കെ, ഈസ് ഗിവൺ നെഗറ്റീവ് സൈൻ. ഓക്കെ, ഇനി എപ്പോഴൊക്കെയാണ് പൊട്ടൻഷ്യൽ റൈസ് ചെയ്യുക, എപ്പോഴൊക്കെയാണ് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ചെയ്യുക? ഓക്കെ, അപ്പൊ അതും കൂടി അറിയണം. വെറുതെ പൊട്ടൻഷ്യൽ റൈസിന് പോസിറ്റീവ്, പൊട്ടൻഷ്യൽ ഡ്രോപ്പിന് നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എപ്പോഴൊക്കെയാണ് പൊട്ടൻഷ്യൽ റൈസ് ചെയ്യുക, എപ്പോഴൊക്കെയാണ് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ചെയ്യാൻ നോക്കുക. സോ പൊട്ടൻഷ്യൽ റൈസസ് വെൻ, എപ്പോഴൊക്കെയാണ് പോസിറ്റീവ് സൈന് കൊടുക്കേണ്ടതെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. പൊട്ടൻഷ്യൽ എപ്പോഴൊക്കെയാണ് റൈസ് ചെയ്യാം? സപ്പോസ് നമ്മൾ ഈ ലൂപ്പിനകത്ത് തന്നെ ABCDA എന്ന് പറഞ്ഞിട്ട് പോകും അല്ലെ. അപ്പോ ABCDA ആദ്യം എന്ന് ബിന്ന്, പിന്നെ സിന്ന്, പിന്നെ ഡിയിലോട്ട്, പിന്നെ D to A മൂവ് ചെയ്യും അല്ലെ. D to A മൂവ് ചെയ്യുമ്പോൾ, D to A ആണ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ വരും. D to A ഇങ്ങനെ വരുമ്പോ നമ്മൾ മൂവ് ചെയ്യുന്നത് D to A ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ബാറ്ററിയുടെ എങ്ങനെയാണ് വരുന്നത്? ബാറ്ററിയുടെ നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ് വരുന്നത്. ബാറ്ററിയുടെ ഏത് സൈഡാണ് ഹയർ പൊട്ടൻഷ്യൽ? പോസിറ്റീവ് സൈഡാണ് ഹയർ പൊട്ടൻഷ്യൽ, നെഗറ്റീവ് സൈഡ് ലോവർ പൊട്ടൻഷ്യലാണ്. സോ ബാറ്ററിയുടെ നെഗറ്റീവ് ടു പോസിറ്റീവ് മൂവ് ചെയ്യുമ്പോൾ പൊട്ടൻഷ്യൽ റൈസ് ചെയ്യും. കാരണം നെഗറ്റീവ് ടു പോസിറ്റീവ് മൂവ് ചെയ്യുമ്പോൾ ലോവർ പൊട്ടൻഷ്യലിന് ഹയർ പൊട്ടൻഷ്യലിലോട്ട് വരികയാണ് ചെയ്യുന്നത്. പൊട്ടൻഷ്യൽ ഇൻക്രീസസ്. അപ്പൊ എപ്പോഴാണ് പൊട്ടൻഷ്യൽ റൈസ് ചെയ്യുക? വെൻ വി മൂവ് ഫസ്റ്റ് കേസ് എവിടുന്നാണ്? നെഗറ്റീവ് ടു പോസിറ്റീവ് ഓഫ് എ സെൽ. നെഗറ്റീവ് ടെർമിനൽ ടു പോസിറ്റീവ് ടെർമിനൽ ഓഫ് എ സെൽ മൂവ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? പൊട്ടൻഷ്യൽ റൈസ് ചെയ്യും. ഓക്കെ, രണ്ടാമത്തെ സിറ്റുവേഷൻ ഒരു റെസിസ്റ്ററിന്റെ കേസ് എടുക്കുക. അപ്പൊ ബാറ്ററിയുടെ കേസിൽ എപ്പോഴാണ് പൊട്ടൻഷ്യൽ റൈസ് ചെയ്യാന്ന് പറഞ്ഞു. ഇനി റെസിസ്റ്ററിന്റെ കേസിൽ എപ്പോഴാണ് പൊട്ടൻഷ്യൽ റൈസ് ചെയ്യുക? നമ്മൾ പഠിച്ചിട്ടുണ്ട് കറണ്ട് എങ്ങനെയാണ് ഒരു സർക്യൂട്ടിൽ അല്ലെങ്കിൽ ഒരു റെസിസ്റ്ററിനെ ക്രോസ് ഫ്ലോ ചെയ്യുക. ഫ്രം ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ ആണ് എന്ത് ചെയ്യുക? കറണ്ട് ഫ്ലോ ചെയ്യുക അല്ലെ. കറണ്ട് ഫ്ലോസ് ഫ്രം ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. അപ്പൊ ഇതിനകത്ത് നമ്മൾ കറണ്ട് മാർക്ക് ചെയ്യുന്നത് A to B to, പിന്നെ B to C, പിന്നെ C to D അങ്ങനെയാണ്. അപ്പൊ നമ്മൾ മൂവ് ചെയ്യുന്നത് B to C ആണ് നമ്മുടെ മോഷൻ. നമ്മളെടുത്ത സൈക്കിൾ എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ ലൂപ്പ് എന്ന് പറയുന്നത് ABCD ആണ്. അപ്പൊ ആ ഓർഡറിൽ തന്നെ പോകണം. നമ്മൾ മൂവ് ചെയ്യുന്നത് B to C ആണ്, C to B അല്ല, B to C ആണ്. B to C കറണ്ടിന്റെ അതേ ഡയറക്ഷനിലാണ് നമ്മൾ മൂവ് ചെയ്യുന്നത് അല്ലെ. B to C കറണ്ടിന്റെ അതേ ഡയറക്ഷനിലാണ്. സോ കറണ്ട് ഹയർ ടു ലോവർ പൊട്ടൻഷ്യൽ ആണ് മൂവ് ചെയ്യുന്നത്. ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ ആണ് എവിടെ മൂവ് ചെയ്യുക? അക്രോസ് എ റെസിസ്റ്റർ. റെസിസ്റ്ററിൽ ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ ആണ് കറണ്ട് ഫ്ലോ ചെയ്യുക. അപ്പൊ നമ്മൾ കറണ്ടിന്റെ സെയിം ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ പൊട്ടൻഷ്യൽ റൈസ് ചെയ്യോ ഡ്രോപ്പ് ചെയ്യോ? നമ്മൾ B to C മൂവ് ചെയ്യുമ്പോൾ പൊട്ടൻഷ്യൽ റൈസ് ചെയ്യാണോ പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്യാണോ ചെയ്യണേ?
ഇത് ഇക്വേഷനും കൂടി എഴുതുമ്പോഴേ നമുക്ക് പ്രോപ്പർ ആയിട്ട് മനസ്സിലാവുള്ളൂ. അറ്റ്ലീസ്റ്റ് ഇപ്പൊ പറയുന്നത് ഫോളോ ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. ആ പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്യുക. അപ്പൊ നമ്മൾ പോസിറ്റീവ് സൈൻ ആണോ നെഗറ്റീവ് സൈൻ ആണോ കൊടുക്കണ്ടേ? നെഗറ്റീവ് സൈൻ കൊടുക്കണം അല്ലെ? വി ഹാവ് ടു ഗിവ് നെഗറ്റീവ് സൈൻ. സോ സെക്കൻഡ് കേസ് എന്താണ്? when we move from move from അല്ലല്ലോ, move along the direction of current, along the direction of current across a resistor, along the direction of current across a resistor. Okay, along the direction of current across a resistor. ഇതാണ് പൊട്ടൻഷ്യൽ റൈസ് ചെയ്യുന്ന രണ്ടാമത്തെ സിറ്റുവേഷൻ. ഇനി ഈ ചാപ്റ്ററിൽ അധികം വരില്ല, എന്നാലും കപ്പാസിറ്റേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് കപ്പാസിറ്റർ വേറെ സർക്യൂട്ട് എലമെന്റിന്റെ കേസും വരും. അപ്പൊ പൊട്ടൻഷ്യൽ റൈസ് ചെയ്യാന്ന് വെച്ചാൽ എപ്പോഴാണ്? ഒരു കപ്പാസിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ സർക്യൂട്ടിൽ ഡിനോട്ട് ചെയ്യുക. അതിനകത്ത് ഒരു പ്ലേറ്റ്, രണ്ട് പ്ലേറ്റ്സ് ആണ് ഇത്. ഒരു പ്ലേറ്റിൽ പോസിറ്റീവ് ചാർജ്, മറ്റേ പ്ലേറ്റിൽ നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. സോ പോസിറ്റീവ് പ്ലേറ്റ് ടു നെഗറ്റീവ് പ്ലേറ്റ് ആണ് നമ്മൾ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും? ഡ്രോപ്പ് ചെയ്യും. സോറി പറഞ്ഞതിൽ മിസ്റ്റേക്ക് ഇല്ലേ? രണ്ടാമത് പറഞ്ഞതിൽ മിസ്റ്റേക്ക് ഇല്ലേ? അലോങ് ദി ഡയറക്ഷൻ ഓഫ് കറന്റ് അക്രോസ് എ റെസിസ്റ്റർ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യാണോ ഡിക്രീസ് ചെയ്യാണോ? ഡിക്രീസ് ചെയ്യണം. അപ്പൊ നമ്മൾ പറഞ്ഞതിൽ മിസ്റ്റേക്ക് ഉണ്ട്. സോ എന്തായിരിക്കും അപ്പൊ കറക്റ്റ് വരിക? നമ്മൾ ഈ ലൂപ്പ് എടുത്ത് എ ബി സി ഡി ആണ്. ഇതിന് പകരം എ ഡി സി ബി എടുത്തിരുന്നെങ്കിൽ, അതായത് ലൂപ്പ് നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എ ഡി സി ബി എന്ന് എടുത്തിരുന്നെങ്കിൽ കറണ്ട് എവിടുന്ന് നമ്മൾ മൂവ് ചെയ്യുന്ന എങ്ങോട്ടായിരിക്കും? നമ്മൾ മൂവ് ചെയ്യുന്നത് സി ടു ബി ആണ്. അക്രോസ് എ റെസിസ്റ്റർ നമ്മൾ മൂവ് ചെയ്യുന്നുണ്ടാവുക സി ടു ബി ആണ്. അപ്പോ പൊട്ടൻഷ്യൽ റൈസ് ചെയ്യോ ഡ്രോപ്പ് ചെയ്യോ? ബി ടു സി ആയപ്പോ പൊട്ടൻഷ്യൽ റൈസ് ചെയ്തു, ഡ്രോപ്പ് ചെയ്തു. സി ടു ബി ആണെങ്കിൽ പൊട്ടൻഷ്യൽ റൈസ് ആണ് ഉണ്ടാവുന്നത്. മനസ്സിലായോ? നേരത്തെ പറഞ്ഞതിൽ മിസ്റ്റേക്ക് ഉണ്ട്. എന്താണ് നമ്മൾ എഴുതിയതിലാണ് മിസ്റ്റേക്ക്, പറഞ്ഞതിലല്ല മിസ്റ്റേക്ക്. ഓക്കെ, സോ സി ടു ബി നമ്മൾ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് കറണ്ട്. കറണ്ടിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ സി ടു ബി മൂവ് ചെയ്യുന്നത്. ഓക്കെ, വി ആർ മൂവിങ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് കറണ്ട്. സോ അലോങ് ദി ഡയറക്ഷൻ ഓഫ് കറണ്ട് അല്ല, അലോങ് ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് കറണ്ട്. കറണ്ടിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്? പൊട്ടൻഷ്യൽ റൈസ് ചെയ്യുന്നത്. ഓക്കെ, ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് കറണ്ട്, in the opposite direction of current, in the opposite direction of current across a resistor. ഇനി മൂന്നാമത്തെ സിറ്റുവേഷൻ. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക. ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് കറണ്ട് അക്രോസ് എ റെസിസ്റ്റർ. ഇനി മൂന്നാമത്തെ സിറ്റുവേഷൻ എന്താണ്? അലോങ് കപ്പാസിറ്റർ. അത് ഈ ചാപ്റ്ററിൽ ആവശ്യം വരില്ല, എന്നാലും ബാക്കി ഇലക്ട്രോസ്റ്റാറ്റിക്സിലൊക്കെ നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആവശ്യം വരും. അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ, ഇപ്പൊ അധികം ബോധർ ചെയ്യണ്ട. എപ്പോഴാണ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ രണ്ട് പ്ലേറ്റ്സ് ഉണ്ടാവും മെയിൻ ആയിട്ട് നമുക്ക്. അതിനകത്ത് ഒരു പ്ലേറ്റ് പോസിറ്റീവ് ചാർജ് കൊടുക്കും, മറ്റേ പ്ലേറ്റിന് നെഗറ്റീവ് ചാർജ് കൊടുക്കും. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് പ്ലേറ്റ് നെഗറ്റീവ് പ്ലേറ്റ് ആണ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും? ഡ്രോപ്പ് ചെയ്യും. പോസിറ്റീവ് ടു നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്യും. നെഗറ്റീവ് ടു പോസിറ്റീവ് ആണെങ്കിൽ പൊട്ടൻഷ്യൽ റൈസ് ചെയ്യും. ഓക്കെ, അപ്പോ കപ്പാസിറ്ററിൽ എങ്ങനെയാണ്? വെൻ വി മൂവ് ഫ്രം ഏത് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യണ്ടേ? മൂവ് ഫ്രം നെഗറ്റീവ് പ്ലേറ്റ് ടു പോസിറ്റീവ് പ്ലേറ്റ്. അതായത് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ലോവർ പൊട്ടൻഷ്യൽ ആണ്, ടു ഹയർ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള പോസിറ്റീവ് പ്ലേറ്റ്. അപ്പോഴും പൊട്ടൻഷ്യൽ റൈസ് ചെയ്യാണ് ചെയ്യുക. ഇനി എപ്പോഴാണ് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ചെയ്യുക? പൊട്ടൻഷ്യൽ ഡ്രോപ്സ് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ? പൊട്ടൻഷ്യൽ ഡ്രോപ്സ് എപ്പോഴൊക്കെയാ ഡ്രോപ്പ് ചെയ്യുക? ഒന്ന്, നെഗറ്റീവ് ടു പോസിറ്റീവ് ഓഫ് എ സെൽ. ഒരു സെല്ലിന്റെ നെഗറ്റീവ് ടു പോസിറ്റീവ് പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും? റൈസ് ചെയ്യും. അപ്പൊ നേരെ ഓപ്പോസിറ്റ് പോസിറ്റീവ് ടു നെഗറ്റീവ് ഓഫ് എ സെൽ, പോസിറ്റീവ് ടു നെഗറ്റീവ് ഓഫ് എ സെൽ. ഓക്കെ, പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും? ഡ്രോപ്പ് ചെയ്യും. രണ്ടോ, along the direction of current across a resistor.
റെസിസ്റ്ററിന്റെ കേസിൽ അലോങ് ദി ഡയറക്ഷൻ ഓഫ് കറണ്ട്. കപ്പാസിറ്ററിന്റെ കേസിലോ ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് ഓഫ് എ കപ്പാസിറ്റർ. കപ്പാസിറ്ററിനെ പറ്റി ഇപ്പൊ തൽക്കാലം ബോധർ ചെയ്യണ്ട, അത് ഞാൻ അവിടെ യൂസ് ചെയ്യാൻ വേണ്ടി ഇവിടെ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, നമുക്ക് അപ്പോ റിവൈസ്. ഓക്കെ, അപ്പൊ ഇതാണ് ലൂപ്പ് റൂൾ എന്ന് പറയുന്ന സംഭവം. ഓക്കെ, ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് ലൂപ്പ് റൂൾ? ദി ആൾജിബ്രായിക് സം ഓഫ് ഓൾ ദി കറന്റ്സ് അക്രോസ് എ ക്ലോസ്ഡ് ലൂപ്പ് ഈസ് 0. ഇനി പക്ഷെ ആൾജിബ്രായിക് സം എന്ന് പറയുമ്പോൾ ഒരു പ്രോപ്പർ സൈൻ കൺവെൻഷൻ ഫോളോ ചെയ്യണം. എന്താണ് സൈൻ കൺവെൻഷൻ? പൊട്ടൻഷ്യൽ റൈസ് ചെയ്യുകയാണെങ്കിൽ പോസിറ്റീവ് സൈൻ കൊടുക്കണം, പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ നെഗറ്റീവ് സൈൻ കൊടുക്കണം. പൊട്ടൻഷ്യൽ റൈസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് പറഞ്ഞു. പൊട്ടൻഷ്യൽ എപ്പോഴൊക്കെയാണ് ഇൻക്രീസ് ചെയ്യുക, എങ്ങനെ മൂവ് ചെയ്യുമ്പോഴാണ് പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യുക, എങ്ങനെ മൂവ് ചെയ്യുമ്പോഴാണ് പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഒരു സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം, ഒരു ലൂപ്പ് റൂള്, സിമ്പിൾ ലൂപ്പ് റൂള് നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, സോ സിമ്പിൾ ലൂപ്പ് റൂൾ ഇത്രയാണ്. നേരത്തെ വരച്ച സർക്യൂട്ട് തന്നെയാണ്, ഒന്നും കൂടി നോക്കാം. We have a cell connected across a resistor R. നമുക്കറിയാം കറണ്ട് ഇതിനകത്ത് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക, ഇതിന്റെ പൊട്ടൻഷ്യൽ V ആണെന്ന് വിചാരിക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എ ബി സി ഡി എ. ഞാൻ എടുക്കുന്ന ലൂപ്പ് എ ബി സി ഡി എ ആണെന്ന് വിചാരിച്ചു. എ ബി സി ഡി. ഓക്കെ, എ ബി സി ഡി. ഈ എ ബി സി ഡി എന്ന് പറയുന്ന ലൂപ്പിൽ, അതായത് ഒരേ ഓർഡറിൽ തന്നെ പോകട്ടെ, എ ബി സി വരെ പോയിട്ട് പിന്നെ സി ബി എ തിരിച്ചു വരരുത്. സെയിം ഓർഡറിൽ, ഒരു സൈക്ലിക് ഓർഡറിൽ തന്നെ നമ്മൾ പോയിട്ട് തിരിച്ചു വരണം. സെയിം എലമെന്റിലൂടെ തന്നെ പോയിട്ട് തിരിച്ചു വരരുത്. അപ്പൊ ഒരാൾ എ ബി സി പോയി, പിന്നെ അവിടുന്ന് നേരെ തിരിച്ച് സി ബി എയിലോട്ട് തന്നെ വന്നു. അത് ക്ലോസ്ഡ് ലൂപ്പ് അല്ല, ദാറ്റ് ഈസ് നോട്ട് എ ക്ലോസ്ഡ് ലൂപ്പ്. അങ്ങനെ എടുത്താലും ആൻസർ ഒക്കെ കറക്റ്റ് കിട്ടും. പക്ഷെ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല, വന്ന ടേംസ് തന്നെ കട്ടായി പോകുന്നേ ഉള്ളൂ. വന്ന പാത്തിലൂടെ തന്നെ തിരിച്ചു വരരുത്, എ ബി സി ഡി എ. ഓക്കെ, അല്ലാതെ എ ബി സി എന്നിട്ട് സെയിം പാത്തിലൂടെ തന്നെ സി ബി എ, അത് പാടില്ല. ഓക്കെ, സോ ഇതിനകത്ത് എങ്ങനെ ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യാം? ആദ്യം നമ്മൾ എ ടു ബി മൂവ് ചെയ്യണം. എ ടു ബി എന്തെങ്കിലും ഉണ്ടോ? റെസിസ്റ്റർ ഇല്ല, ബാറ്ററി ഇല്ല, കപ്പാസിറ്റർ ഇല്ല, ഒന്നുമില്ല. സോ അവിടെ പ്രത്യേകിച്ച് ടേംസ് ഒന്നും എഴുതാനില്ല. പിന്നെ ബി ടു സി ഉണ്ട് അല്ലെ, ബി ടു സി ഉണ്ട്. ബി ടു സി പൊട്ടൻഷ്യൽ റൈസ് ആണോ ഡ്രോപ്പ് ആണോ? പറഞ്ഞേ പെട്ടെന്ന്. ബി ടു സി പൊട്ടൻഷ്യൽ ഡ്രോപ്പ്. സോ നെഗറ്റീവ് സൈൻ ആണ് നമ്മൾ കൊടുക്കേണ്ടത് അല്ലെ, നെഗറ്റീവ് സൈൻ. സോ റെസിസ്റ്ററിന് അക്രോസ് കറണ്ടിന്റെ സെയിം ഡയറക്ഷനിൽ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ചെയ്യാണ്. So we have to give negative sign. What is the potential? എത്രയാണ് ആ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഉണ്ടാവുന്നത്? റെസിസ്റ്ററിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? IR ആണ്. So there is a potential drop of IR. So അതുകൊണ്ട് നമ്മൾ എഴുതേണ്ടത് മൈനസ് IR. ഓക്കെ, ബി ടു സി മൈനസ് IR എന്ന് പറയുന്ന ഒരു, അല്ലെങ്കിൽ IR എന്ന് പറയുന്ന ഒരു പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഉണ്ട്. ഓക്കെ, നൗ ബി ടു സി എത്തി. ഇനി സി ടു ഡി. സി ടു ഡി വല്ലതും ഉണ്ടോ? ഒന്നുമില്ല, അതിന്റെ ഇടയിലൊന്നുമില്ല. പിന്നെ ഉള്ളത് ഡി ടു എ. ഡി ടു എ എന്താണുള്ളത്? വി ഹാവ് എ ബാറ്ററി. ഒരു ബാറ്ററി ഉണ്ട്. ബാറ്ററിയുടെ നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ് നമ്മൾ മൂവ് ചെയ്യുന്നത് അല്ലെ. സോ പൊട്ടൻഷ്യൽ റൈസ് ആണോ ഡ്രോപ്പ് ആണോ? പൊട്ടൻഷ്യൽ റൈസ് ആണുള്ളത്. സോ പ്ലസ് വി ഈക്വൽ ടു 0. എൽ തന്നെ തിരിച്ചെത്തി. പ്ലസ് വി ഈക്വൽ ടു 0. സോ ഫ്രം ദിസ് വി ഗെറ്റ് വി ഈക്വൽ ടു IR, ഓർ ബാക്കി എന്താണോ ആ സംഭവം കിട്ടും. ഓക്കെ, ഇതിനകത്ത് കറണ്ട് എന്താണ്? V by I എന്ന് പറയുന്ന സംഭവമൊക്കെ കിട്ടും. സോ ഇങ്ങനത്തെ സിമ്പിൾ സർക്യൂട്ട്സ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല നമ്മൾ കിർച്ചോഫ്സ് ലോ പറയുന്നത്, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സർക്യൂട്ട്സ് സോൾവ് ചെയ്യാനാണ്. ഓക്കെ, പക്ഷെ അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിൾ സർക്യൂട്ട് എടുക്കുന്നു മാത്രം. ഇനി ഇതിന് പകരം ഞാൻ എടുത്ത ലൂപ്പ് ഇങ്ങനെയാണെന്ന് വിചാരിച്ചു നോക്ക്. ADCBA എന്ന് പറയുന്ന ലൂപ്പ് എടുത്തു. അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ബി ദി ലൂപ്പ് റൂൾ? ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്താൽ കിട്ടുന്ന ഇക്വേഷൻ എന്തായിരിക്കും? പെട്ടെന്ന് എഴുതിയിട്ട് പറഞ്ഞു. ADCBA എന്ന് പറയുന്ന ലൂപ്പ് എടുത്താൽ വാട്ട് വിൽ ബി ദി ആൻസർ? മൈനസ് വി പ്ലസ് വി മൈനസ് IR, വി മൈനസ് വി പ്ലസ് IR is equal to 0. ഓക്കെ, കറക്റ്റ് ആണ്. സോ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ ADCBA നമ്മൾ ആദ്യം A to D മൂവ് ചെയ്യണം. അപ്പൊ എന്താണുള്ളത്? ഒരു സെല്ലാണ്. പക്ഷെ സെല്ലിന്റെ എവിടെ നിന്ന് എങ്ങോട്ടാ? പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ്. പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ചെയ്യാണ്. സോ മൈനസ് വി
പിന്നെ ഡി ടു സി ഒന്നുമില്ല. സി ടു ഡി കറണ്ടിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. കറണ്ട് ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യലാണ്, നമ്മൾ മൂവ് ചെയ്യുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ദാറ്റ് മീൻസ് ലോവർ പൊട്ടൻഷ്യൽ ടു ഹയർ പൊട്ടൻഷ്യൽ. ലോവർ ടു ഹയർ എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ റൈസ് ആണ്. പ്ലസ് IR ഈക്വൽ ടു 0. അഗെയിൻ സെയിം ഇക്വേഷൻ തന്നെയാണ്, നേരെ തിരിച്ചിട്ടുള്ള, അപ്പുറത്ത് 0 ആയതുകൊണ്ട് ഏതെടുത്താലും കുഴപ്പമില്ല. ഓക്കെ, ദിസ് ഈസ് ഹൗ വി അപ്ലൈ ലൂപ്പ് റൂൾ. ഇങ്ങനെയാണ് നമ്മൾ ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യേണ്ടത്. സോ ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതൊരു സിമ്പിൾ സർക്യൂട്ട് ആണ്. എല്ലായ്പ്പോഴും ഇങ്ങനെ സിമ്പിൾ സർക്യൂട്ട് തന്നെ കിട്ടിക്കൊള്ളണം എന്നില്ല. ഓക്കെ, സോ ബുദ്ധിമുട്ടുള്ള സർക്യൂട്ട്സ് സോൾവ് ചെയ്യാനാണ് നമ്മൾ ഒന്നിലധികം സെൽസും ഒന്നിലധികം ലൂപ്സ് ഒക്കെ ഉള്ള സർക്യൂട്ട് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൂപ്പ് റൂളും ജംഗ്ഷൻ റൂളും ഒക്കെ യൂസ് ചെയ്യുന്നത്. സോ അതിന് നമ്മുടെ മെറ്റീരിയലിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. മെറ്റീരിയലില് പേജ് നമ്പർ 33 നോക്കിയാ 33 എക്സാമ്പിൾ 6 എല്ലാവരുടെ കയ്യിലുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ ഇതിനകത്ത് സർക്യൂട്ട് വരക്കാം. ഫോറും 2 ഇങ്ങനെയാണ് സർക്യൂട്ട് കൊടുത്തിട്ടുള്ളത്. We are asked to find out the current in each branch. ഓരോ ബ്രാഞ്ചിലുള്ള കറണ്ട് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ പല രീതിയിൽ ചെയ്യാം. ഇപ്പൊ നമ്മുടെ കയ്യിൽ ആകെ ലൂപ്പ് റൂൾ മാത്രമേ നമ്മുടെ കയ്യിൽ ഉള്ളൂ. ഓക്കെ, we have only loop rule with our hand, in our hand. സോ ഇതെങ്ങനെ ചെയ്യാം? സോ ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ആദ്യം എല്ലാ ജംഗ്ഷൻസ് അല്ലെങ്കിൽ എല്ലാ കോർണേഴ്സിനും നമ്മൾ എന്ത് ചെയ്യണം? നെയിം കൊടുക്കണം. സോ ABCDEF. ഓക്കെ, ഇങ്ങനെ എല്ലാ കോർണറിനും നമ്മൾ നെയിം കൊടുക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? കറണ്ട് മാർക്ക് ചെയ്യണം. വി ഹാവ് ടു മാർക്ക് ദി കറണ്ട് മാർക്ക് ചെയ്യാം. സോ ഇവിടുത്തെ കറണ്ട് തൽക്കാലം I1 എടുത്തു. അതേപോലെ ഇവിടുത്തെ കറണ്ട് I2, ഇവിടുത്തെ കറണ്ട് I3. നിങ്ങൾ വിചാരിക്കും ബാറ്ററിയുടെ ഞാൻ മാർക്ക് ചെയ്ത് I2 മാർക്ക് ചെയ്ത് ബാറ്ററിയുടെ നെഗറ്റീവിലോട്ട് അല്ലെങ്കിൽ തിരിച്ച് അല്ലെങ്കിൽ I3 മാർക്ക് ചെയ്ത് നേരെ തിരിച്ച് ബാറ്ററിയുടെ പോസിറ്റീവിലോട്ട് വരുന്നതൊക്കെ അല്ലെ. സോ അപ്പൊ പക്ഷെ തിരിച്ച് ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്നല്ലേ വരണ്ടേന്നൊക്കെ വിചാരിക്കും. എല്ലാ സിറ്റുവേഷനിലും അങ്ങനെ ഇല്ല. കാരണം അതിനേക്കാളും കൂടുതൽ പൊട്ടൻഷ്യൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ബാക്കി സെൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യാം? ഈ ബാറ്ററിയുടെ പോസിറ്റീവിലോട്ടും കറണ്ട് വരാം. എനിവേ നമുക്ക് കറണ്ട് തോന്നുന്ന ഡയറക്ഷനിൽ എടുക്കാം. പക്ഷെ അവസാനം സോൾവ് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നെഗറ്റീവ് കിട്ടും. ആ നെഗറ്റീവ് കിട്ടിയതിന്റെ മീനിങ് എന്താണ്? നമ്മൾ എടുത്തതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്ച്വൽ കറണ്ട് എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, സോ അതുകൊണ്ട് കൺഫ്യൂഷൻ അടിക്കാനൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യുക? നേരിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കറണ്ട് ഡയറക്ഷൻ മാർക്ക് ചെയ്യാം. ഇനി എവിടേക്കാണ് കറണ്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നത്? ജംഗ്ഷൻസിൽ മാത്രമേ കറണ്ട് ഡിവൈഡ് ചെയ്യൂ. ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ 3 സെഗ്മെന്റ് വന്നിട്ട് മീറ്റ് ചെയ്യണം. അല്ലാതെ എ എന്ന് പറയുന്ന പോയിന്റ് ഒരു ജംഗ്ഷൻ ആണോ? എ ഇസ് നോട്ട് എ ജംഗ്ഷൻ. ഓക്കെ, എ ഇസ് നോട്ട് എ ജംഗ്ഷൻ, എഫ് ഇസ് നോട്ട് എ ജംഗ്ഷൻ, ബി ഇസ് നോട്ട് എ ജംഗ്ഷൻ, ബി ഇസ് എ ജംഗ്ഷൻ, ഇ ഇസ് എ ജംഗ്ഷൻ, സി ആൻഡ് ഡി ആർ നോട്ട് ജംഗ്ഷൻസ്. സോ അതുകൊണ്ട് EFAB എന്ന് പറയുന്ന ഈ റീജിയനിൽ, EFAB എന്ന് പറയുന്ന ആ റീജിയനിൽ എല്ലാം എന്താണ് കറണ്ട്? EFAB എന്ന് പറയുന്ന ആ ബ്രാഞ്ചിലൂടെ വരികയാണെങ്കിൽ അവിടെ എല്ലായിടത്തും I1 തന്നെ. കാരണം അതിന്റെ ഇടയിൽ എന്തില്ല? കറണ്ടിന് സ്പ്ലിറ്റ് ചെയ്ത് പോകാനുള്ള പാത്ത് ഉണ്ടോ? there is no path to split the current. കറണ്ടിന് സ്പ്ലിറ്റ് ചെയ്ത് പോകാനുള്ള വഴിയില്ല. അതേപോലെ തന്നെ BCDE ഫിഗർ നോക്കിയാൽ BCDE എന്ന് പറയുന്ന ഈ ബ്രാഞ്ചിൽ മൊത്തം സെയിം കറണ്ട് തന്നെയാണ്. കാരണം അതിന്റെ ഇടയിൽ എന്ത് I3 തന്നെയാണ്. കാരണം അതിന്റെ ഇടയിൽ എന്ത് ചെയ്യുന്നില്ല? സ്പ്ലിറ്റ് ചെയ്ത് പോകാൻ വേറെ ജംഗ്ഷൻ ഒന്നുമില്ല. ജംഗ്ഷൻസിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? കറണ്ട് സ്പ്ലിറ്റ് ചെയ്ത് പോവുള്ളൂ. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്.
എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുക? ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ എത്ര ലൂപ്സ് ഉണ്ട്? ലൂപ്പ് എങ്ങനെ വേണമെങ്കിലും എടുക്കാം, സ്റ്റാർട്ട് ചെയ്തോടെ തന്നെ തിരിച്ചെത്താന്നേ ഉള്ളൂ. എത്ര ലൂപ്സ് ഉണ്ട് ഇതിനകത്ത് എന്ന് പറഞ്ഞേ? ഹൗ മെനി ലൂപ്സ് ക്യാൻ ബി ഫോംഡ് ഫ്രം ദിസ്? ഓക്കെ, 3 ലൂപ്സ് ഫോം ചെയ്യാന്ന് പറയുന്നുണ്ട്. ശരിയാണ്, 3 ലൂപ്സ് ഫോം ചെയ്യാം. പക്ഷേ വേറുള്ള ഇതെന്താണെന്ന് വെച്ചാല് 3 ലൂപ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണെന്ന്? ABEFA അല്ലെ? ആ ഫസ്റ്റത്തെ ലൂപ്പ്, ആ ചെറിയ ലൂപ്പ്. പിന്നെ രണ്ടാമത്തെ എന്ന് പറയുന്നത് BCDEB എന്ന് പറയുന്ന രണ്ടാമത്തെ ചെറിയ ലൂപ്പ്. പിന്നെ എല്ലാം കൂടി ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ അല്ലെ, ABCDEFA എന്ന് പറയുന്ന വലിയ ലൂപ്പ്, ABCDEFA എന്ന് പറയുന്ന വലിയ ലൂപ്പ്. സോ അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ശരിയാണ് മൊത്തത്തിൽ 3 ലൂപ്പ് കിട്ടും. പക്ഷെ ഇവിടെ ഇൻഡിപെൻഡന്റ് ആയിട്ട് എത്ര ലൂപ്സേ ഉള്ളൂ? 2 ലൂപ്സേ ഉള്ളൂ. അതായത് ഇൻഡിപെൻഡന്റ് ലൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാല്, നമ്മള് ഫസ്റ്റ് 2 ലൂപ്പ് എടുത്തു എന്ന് വിചാരിച്ചു. ABEFA എന്ന് പറയുന്ന ലൂപ്പ് എടുത്തു, BCDEB എന്ന് പറയുന്ന ലൂപ്പ് എടുത്തു. ഈ 2 ലൂപ്പിലും കൂടി വരാത്ത ഏതെങ്കിലും ഒരു എലമെന്റ് നമ്മൾ മൂന്നാമത് എടുക്കുന്ന ലൂപ്പ് ABCDEFA എന്ന് പറയുന്ന ലൂപ്പിലുണ്ടോ? ഇല്ല. മനസ്സിലായോ? അതില് രണ്ടിലും വന്നിട്ടുള്ള എലമെന്റ്സ് മാത്രമേ ഏതിനകത്തും വരാനുള്ളൂ. മൂന്നാമത്തെ ലൂപ്പിൽ. അതായത് ഫസ്റ്റ് ലൂപ്പ് എടുത്തു ABEFA. അതിനകത്ത് എന്തുണ്ട്? 4 ഓം ഉണ്ട്, അതിലൂടെ പാസ് ചെയ്യുന്ന I1 എന്ന് പറയുന്ന കറണ്ട് ഉണ്ട്. അതേപോലെ 2 വോൾട്ട് ഉണ്ട്, 4 വോൾട്ട് ഉണ്ട്, താഴത്തെ 2 ഓം റെസിസ്റ്റർ ഉണ്ട്. ആ ലൂപ്പ് എടുത്തപ്പോ അത്രയും സെഗ്മെന്റ്സ് ആണ് അതിനകത്ത് വന്നത്. പക്ഷേ നമ്മൾ രണ്ടാമത്തെ ലൂപ്പ് BCDEB എന്ന് പറയുന്ന ലൂപ്പ് എടുത്തപ്പോ അതിനകത്ത് ഫസ്റ്റ് ലൂപ്പിൽ ഇല്ലാത്ത ഒരുപാട് സംഭവങ്ങൾ വന്നില്ലേ? ആ മുകളിലത്തെ 2 ഓം വന്നു, 6 വോൾട്ട് ബാറ്ററി വന്നു, താഴത്തെ 4 ഓം വന്നു. ഇത് ഫസ്റ്റ് നമ്മൾ എടുത്ത ലൂപ്പിൽ ഇല്ലായിരുന്നു. ഏതില്? ABEFA എന്ന് പറയുന്ന ലൂപ്പിൽ ഇല്ലായിരുന്നു. ഇനി മൂന്നാമതൊരു ലൂപ്പും കൂടി എടുത്തു, ABCDEFA. ഇതിനകത്ത് ഫസ്റ്റത്തെ 2 ലൂപ്പിലും കൂടി വരാത്ത ഏതെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ഒരു സെഗ്മെന്റ്, ഏതെങ്കിലും ഒരു ഇലക്ട്രിക്കൽ സെഗ്മെന്റ് ഉണ്ടോ ഇതിനകത്ത്? ഇല്ല അല്ലെ? ബാക്കിയെല്ലാം എല്ലാം ഈ 4 ഓമും 2 ഓമും 6 വോൾട്ടും 4 വോൾട്ടും 2 വോൾട്ടും എല്ലാം എന്ത് ചെയ്തു? ഫസ്റ്റത്തെ 2 ലൂപ്പിൽ ഏതെങ്കിലും ഒക്കെ ഒരു ലൂപ്പിൽ വന്നു പോയതാണ്. സോ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇവിടെ എത്ര ലൂപ്പ് ഉണ്ട്? 2 ലൂപ്പേ ഉള്ളൂ. ടോട്ടൽ വേണമെങ്കിൽ 3 ലൂപ്പ് എന്ന് പറയാം. പക്ഷെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇവിടെ 2 ലൂപ്പേ ഉള്ളൂ. കാരണം മൂന്നാമതൊരു ലൂപ്പ് എടുക്കുമ്പോൾ വരുന്ന ടേംസ് എല്ലാം എന്തായിരിക്കും? അല്ലെങ്കിൽ വരുന്ന കമ്പോണൻസ് എല്ലാം എന്തായിരിക്കും? ഫസ്റ്റത്തെ ഏതെങ്കിലും ഒക്കെ ഒരു ലൂപ്പിൽ വന്നിട്ടുള്ളതായിരിക്കും. സോ അതുകൊണ്ടാണ് നമ്മൾ ഇതിന് എന്തെന്ന് പറയുന്നത്? ഓൺലി 2 ഇൻഡിപെൻഡന്റ് ലൂപ്സ് ആർ ദെയർ. ഓക്കെ, 2 ഇൻഡിപെൻഡന്റ് ലൂപ്സേ ഉള്ളൂ. ഓക്കെ, ഇനി ഇവിടെ എത്ര ജംഗ്ഷൻസ് ഉണ്ട്? ഹൗ മെനി ജംഗ്ഷൻസ് ആർ ദെയർ? നേരത്തെ പറഞ്ഞ സംഭവം ഓക്കെ ആണോ? ഇൻഡിപെൻഡന്റ് ലൂപ്സിന്റെ കേസ് പറഞ്ഞത്. Okay, there are 2 junctions. Okay, junctions രണ്ടെണ്ണം ഉണ്ട്. ഓക്കെ, ഇനി അപ്പോ നമുക്ക് ഇതിന് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ നോക്കാം. ജംഗ്ഷൻ റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും, ലൂപ്പ് റൂളും കൂടി അപ്ലൈ ചെയ്തിട്ടാണ് നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് 2 ജംഗ്ഷൻസ് ഉണ്ട്, B and E. ഓക്കെ, B and E എന്ന് പറയുന്ന 2 ജംഗ്ഷൻസ് ഉണ്ട്. ബിയിൽ ജംഗ്ഷൻ റൂൾ അപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? ജംഗ്ഷനിലോട്ട് വരുന്ന കറണ്ട് എന്താണ്? I1. സോ ബിയിൽ ജംഗ്ഷൻ റൂൾ അപ്ലൈ ചെയ്താൽ കിട്ടുന്ന സംഭവം പറഞ്ഞേ. ബിയിൽ ജംഗ്ഷൻ റൂൾ അപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? If we apply junction rule at point B എന്ന് പറയുന്ന പോയിന്റ്, B എന്ന് പറയുന്ന ജംഗ്ഷൻ ആണ്, അവിടെ ജംഗ്ഷൻ റൂൾ അപ്ലൈ ചെയ്താൽ നമുക്ക് എന്താണ് കിട്ടുക? I1 is equal to I2 plus I3. സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. I1 is equal to I2. ആർക്കത്? I1 is equal to I2 plus I3. ഈല് ജംഗ്ഷൻ റൂൾ അപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? ഈല് ജംഗ്ഷൻ റൂൾ അപ്ലൈ ചെയ്താൽ E എന്ന് പറയുന്ന പോയിന്റിൽ ജംഗ്ഷൻ റൂൾ അപ്ലൈ ചെയ്യാൻ എന്താ കിട്ടുക? ഓക്കെ,
ഈ ജംഗ്ഷൻ റൂൾ അപ്ലൈ ചെയ്താൽ I2 പ്ലസ് I3 ആരാണ് മൈക്ക് ഓൺ? എല്ലാവരും മൈക്ക് ഓഫ് ആക്കിട്ടോ. ഈ ജംഗ്ഷൻ റൂൾ അപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? I2 പ്ലസ് I3 I1. രണ്ട് ഇക്വേഷനും സെയിം തന്നെ അല്ലേ? രണ്ട് ഇക്വേഷനും സെയിം അല്ലേ? ആണ്. രണ്ട് ഇക്വേഷൻസ് എന്താ ഡിഫറൻസ് ഉള്ളത്? I1 I2 പ്ലസ് I3 I2 പ്ലസ് I3 I1 എന്ന് പറയുന്നത് സെയിം ഇക്വേഷൻ ആണ്. സോ അതുകൊണ്ട് ഇഫ് വി ഹാവ് n ജംഗ്ഷൻസ് ഇൻ എ ക്ലോസ്ഡ് സർക്യൂട്ട്, നമുക്ക് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോ. ഇഫ് വി ഹാവ് n ജംഗ്ഷൻസ് ഇൻ എ ക്ലോസ്ഡ് സർക്യൂട്ട്, n ജംഗ്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര ഇക്വേഷൻസ് ഉണ്ടാക്കാൻ പറ്റും? ഇവിടെ രണ്ട് ജംഗ്ഷൻ ഉണ്ട്, പക്ഷെ നമുക്ക് ഒരൊറ്റ ഇക്വേഷനെ കിട്ടിയുള്ളൂ, കാരണം രണ്ടാമത്തെ ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷന്റെ റെപ്പിറ്റേഷൻ തന്നെയാണ്. If we have n junctions in a closed circuit, we can have n minus 1 equations. n minus 1 equations. Okay. n junctions in a closed circuit, we can have n minus 1 equations. Okay. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ, if we have m independent loops, we can have loops on it, we can have m equations. എത്ര ഇൻഡിപെൻഡന്റ് ലൂപ്സ് ഉണ്ടോ അത്രയും ഇക്വേഷൻസ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിനകത്ത് എത്ര ഇക്വേഷൻസ് ടോട്ടൽ ഉണ്ടാക്കാൻ പറ്റും? How many equations we can make from this circuit? John K. Joseph എന്താണ്? 2 എന്ന് പറയുന്നു. സോ ടോട്ടലി 2 ആണോ? ആക്ച്വലി 2 ആണോ? 1 ടോട്ടലി 3 ഇക്വേഷൻസ് വരും. ഓക്കെ, അത് ക്ലിയർ ചെയ്യാം. ടോട്ടൽ 3 ഇക്വേഷൻസ് വരും, കാരണം ജംഗ്ഷൻ റൂൾ വെച്ച് എത്ര ഇക്വേഷൻ? ഒരു ഇക്വേഷൻ, കാരണം ജംഗ്ഷൻ റൂൾ വെച്ച് ഒരു ഇക്വേഷൻ, പിന്നെയോ ലൂപ്പ് റൂൾ വെച്ച് എത്ര ഇൻഡിപെൻഡന്റ് ലൂപ്സ് ഉണ്ട്? എത്ര ഇൻഡിപെൻഡന്റ് ലൂപ്സ് ഉണ്ട്? 2 ഇൻഡിപെൻഡന്റ് ലൂപ്സ് ഉണ്ട് അല്ലെ? സോ 2 ഇക്വേഷൻസ്. ഓക്കെ, സോ വി ക്യാൻ ഹാവ് m ഇൻഡിപെൻഡന്റ് ഇക്വേഷൻസ്. ഓക്കെ, ഇൻഡിപെൻഡന്റ് ഇക്വേഷൻസ് നേടണം. ഓക്കെ, എന്താണ് ഈ ഇൻഡിപെൻഡന്റ് ഇക്വേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്? മുമ്പത്തെ ഇക്വേഷനിൽ ഡിപ്പെൻഡ് ചെയ്യാത്ത ഇക്വേഷൻസിനാണ് നമ്മൾ ഇൻഡിപെൻഡന്റ് ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ മാത്സിൽ 2 ഇക്വേഷൻ എഴുതി, ഒരു x പ്ലസ് y ഇസ് ഈക്വൽ ടു 2. ഓക്കെ, വേറൊരു ഇക്വേഷൻ എഴുതി 2x പ്ലസ് 3y ഇസ് ഈക്വൽ ടു 5. ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതി. ഇത് രണ്ടും ഇൻഡിപെൻഡന്റ് ഇക്വേഷൻസ് ആണ്. മൂന്നാമതൊരു ഇക്വേഷൻ എഴുതി 3x പ്ലസ് 4y ഇസ് ഈക്വൽ ടു 7. മനസ്സിലായോ? 3x പ്ലസ് 4y ഇസ് ഈക്വൽ ടു 7. പക്ഷെ ആക്ച്വലി ഈ മൂന്നാമത്തെ ഇക്വേഷൻ ഒരു ഇൻഡിപെൻഡന്റ് ഇക്വേഷൻ ആണോ? അല്ല. ഫസ്റ്റത്തെ 2 ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന ഇക്വേഷനാണ്. ഫസ്റ്റത്തെ 2 ഇക്വേഷനും കൂടി ആഡ് ചെയ്താൽ മൂന്നാമത്തെ ഇക്വേഷൻ കിട്ടിയില്ലേ? 3x plus 4y is equal to 7 എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടും. സോ മൂന്നാമത്തെ ഇക്വേഷൻ ഇറ്റ് ഈസ് നോട്ട് ആൻ ഇൻഡിപെൻഡന്റ് ഇക്വേഷൻ. ഈ ഇൻഫർമേഷൻ തന്നില്ലെങ്കിലും നമുക്ക് അറിയുന്ന സംഭവം, ഉണ്ടാക്കാൻ പറ്റുന്ന ഇൻഫർമേഷൻ ആണ് മൂന്നാമത്തെ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് അതൊരു പുതിയൊരു ഇക്വേഷൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല മൂന്നാമത്തെ ഇക്വേഷൻ. അത് ഫസ്റ്റത്തെ 2 ഇക്വേഷനും ഡിറൈവ് ചെയ്ത് വരുന്ന ഇക്വേഷൻ തന്നെയാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഡിപ്പെൻഡന്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടത് ഇൻഡിപെൻഡന്റ് ഇക്വേഷൻസ് ആണ്. സോ ഹിയർ വി ക്യാൻ ഹാവ് 3 ഇൻഡിപെൻഡന്റ് ഇക്വേഷൻസ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കറണ്ട്സ് കണ്ടുപിടിക്കാനാണ്. ഓരോ ബ്രാഞ്ചിലെയും കറണ്ട് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. എത്ര അൺനോൺസ് ഉണ്ട് ഇതിനകത്ത്? ഹൗ മെനി അൺനോൺസ് വി ഹാവ്? സോൾവ് ചെയ്യാൻ എത്ര അൺനോൺസ് വേണം? 3 അൺനോൺസ് അല്ലെ? 3 അൺനോൺസ് ആണ്. I1 I2 I3 എന്ന് പറയുന്ന 3 അൺനോൺസ് ഉണ്ട്. സോ 3 ഇക്വേഷൻ, 3 അൺനോൺസ്. സോൾവ് ചെയ്തൂടെ? വി ക്യാൻ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നോക്കിയേ, നമ്മൾ ഇത് എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ നോക്കാം. സർക്യൂട്ട് നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, ആദ്യം നമുക്ക് ലൂപ്പ് എടുക്കാം. ഏതെങ്കിലും ലൂപ്പ് എടുത്താലും മതി. ആദ്യം ഞാൻ എല്ലാവരുടെയും മെറ്റീരിയൽ ഇല്ലേ? മെറ്റീരിയൽ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ആരും ഇല്ലല്ലോ. എല്ലാവർക്കും വാട്സപ്പിൽ അയച്ചിരുന്നു എന്നാണ് പറഞ്ഞത്. അതല്ലെങ്കിൽ ക്ലാസ്സിൽ മൊഡ്യൂൾ തന്നു എന്നാണ് എന്റെ ഓർമ്മ. മോർണിംഗ് ബാച്ചുകാർക്ക് മാത്രമേ കിട്ടാത്തുള്ളൂ. സോ അവർക്ക് PDF അയച്ചിട്ടുണ്ടാവും. സോ ഇതിനകത്ത് നമുക്ക് ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യാം. ലൂപ്പ് റൂളും ജംഗ്ഷൻ റൂളും അപ്ലൈ ചെയ്യണം. ഇനി ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്
നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ജംഗ്ഷൻ റൂൾ അപ്ലൈ ചെയ്യാം. ഓക്കെ, ലൂപ്പ് റൂളിന്റെ ഇക്വേഷനിൽ ആദ്യം തന്നെ എന്ത് ചെയ്യാം, ജംഗ്ഷൻ റൂൾ അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ 3 ഇക്വേഷൻ വരും, 3 ഇക്വേഷനും കൂടി പിന്നെ സോൾവ് ചെയ്യാൻ നിൽക്കണം. ദാറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. 3 ഇക്വേഷൻ സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ഡിഫിക്കൽട്ട് ആണ്. അതിന് ചിലപ്പോൾ നമ്മൾ മാത്സിൽ എടുക്കുന്ന മെട്രിസസ് ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, 3 ഇക്വേഷൻസ് ഒക്കെ സോൾവ് ചെയ്യാന്നുണ്ടെങ്കിൽ. സോ അതിന് പകരം എന്ത് ചെയ്യുക, ഒരു ഇക്വേഷന് ഇപ്പൊ ഫസ്റ്റ് ജംഗ്ഷൻ റൂൾ നമുക്ക് I1 = I2 + I3 എന്ന് കിട്ടും. അതെന്ത് ചെയ്യുക, ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ നേരിട്ട് അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ എന്ത് മാത്രം വേരിയബിൾ, I1 ഒഴിവാക്കാം. മനസ്സിലായി, I2 I3 മാത്രമേ വേരിയബിൾ ആയിട്ട് ഉണ്ടാവുള്ളൂ. എന്നിട്ട് സോൾവ് ചെയ്യുകയാണെങ്കിൽ എത്ര വേരിയബിൾസേ ഉണ്ടാവുള്ളൂ, 2 വേരിയബിൾസേ ഉണ്ടാവുള്ളൂ. ഒരു ഇക്വേഷൻ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്യാണ്, ബാക്കിയുള്ള ഇക്വേഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്യുക. ബാക്കി അപ്പൊ 2 വേരിയബിൾസേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി, 2 ഇക്വേഷൻ സോൾവ് ചെയ്താൽ മതി. 2 ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമുക്ക് അറിയാം, വളരെ സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാം, നമ്മൾ സാധാരണ ചെയ്യുന്നതാണ്. പക്ഷെ 3 വേരിയബിൾസും 3 ഇക്വേഷനും വരുമ്പോൾ അത് സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സോ അതിനുള്ള മെത്തേഡാണ് പറഞ്ഞത്. ഫസ്റ്റത്തെ ഇക്വേഷൻ തന്നെ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ബാക്കി 2 ഇക്വേഷനും എഴുതണം. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ നമുക്ക് ലൂപ്പ് റൂളിൽ നിന്ന്, ജംഗ്ഷൻ റൂളിൽ നിന്ന് ഫസ്റ്റ് ഇക്വേഷൻ I1 = I2 + I3 എന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അത് ഇവിടെ ലൂപ്പ് റൂളിൽ അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ലൂപ്പ്, ഞാൻ എടുക്കുന്ന ലൂപ്പ് ABCE എന്ന് പറയുന്ന ലൂപ്പാണ്. ABEFA എന്ന് പറയുന്ന ലൂപ്പാണ്. ഓക്കെ, നോ ABEFA എന്താണ് ഇക്വേഷൻ വരും? വാട്ട് വിൽ ബി ദി ഇക്വേഷൻ ABEFA? ഫസ്റ്റ് ഇക്വേഷൻ എന്താ വരാ, -4I1 എന്ന് വരും. ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ, കാരണം കറണ്ടിന്റെ സെയിം ഡയറക്ഷൻ എന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. A to B 4 ohm റെസിസ്റ്റർ ഉണ്ട്, അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് I1, അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. അല്ല, അതിന്റെ സെയിം ഡയറക്ഷനില്ല, കറണ്ടിന്റെ സെയിം ഡയറക്ഷനിൽ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ചെയ്യും. ഓക്കെ, സോ -4I1. നമ്മൾ എടുത്ത കറണ്ടിനെ പറ്റി മാത്രം ഇപ്പൊ ബോധർ ചെയ്താൽ മതി. ആക്ച്വൽ കറണ്ട് എങ്ങനെയാണെന്ന് അവസാനം നോക്കിയാൽ മതി. ഓക്കെ, ഇപ്പൊ നമ്മൾ മാർക്ക് ചെയ്യുന്ന കറണ്ടിനനുസരിച്ച് ഇക്വേഷൻ എഴുതാം. -4I1, ഞാൻ പറഞ്ഞു I1 നേരിട്ട് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, I2 + I3 എന്ന് നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇക്വേഷൻ സോൾവ് ചെയ്യാം, പിന്നെയും I1 I2 I3 ഇങ്ങനെ 3 വേരിയബിൾസ് വരും. ദാറ്റ് ഈസ് ഡിഫിക്കൽട്ട്. നൗ B to E കറണ്ട് ഉണ്ട്, കറണ്ടിന്റെ ടേം വരുന്നുണ്ട് അവിടെ. കറണ്ടിന്റെ ടേം I2 എന്ന് പറയുന്ന കറണ്ട് അവിടെ വരും. പക്ഷെ അവിടെ കറണ്ടിന്റെ ടേം എപ്പോഴേ വരുള്ളൂ, റെസിസ്റ്ററിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേ കറണ്ടിന്റെ ടേം വരുള്ളൂ. അവിടെ 4 വോൾട്ട് ബാറ്ററി ഉള്ളൂ. അപ്പോ +4. ഇനി അടുത്ത എന്താണ്, ഈ ക്വസ്റ്റ്യനിൽ അങ്ങനെ ചെയ്യാതെയും ആൻസർ കിട്ടും കേട്ടോ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാതെയും ആൻസർ കിട്ടും. എന്നാലും അത് എന്തുകൊണ്ടാണ് കിട്ടുന്നത് നമുക്ക് ലാസ്റ്റ് പറയാം. +4, പിന്നെ അടുത്ത ടേം പറഞ്ഞേ +4, അടുത്ത ടേം ഇയിലെത്തി. ഇനി എങ്ങോട്ട് പോകണം, Fലോട്ട് പോകണം. അപ്പൊ എന്താ വരിക, അടുത്ത ടേം എന്താ വരിക, -2I2 ആണോ E to F ഉള്ളത്? അല്ല, ഈ I1 എന്ന് പറയുന്ന കറണ്ട് ആണ് ആ ബ്രാഞ്ചിലുള്ളത്. -2I1 നമ്മൾ ഇവിടെ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് I2 + I3. കഴിഞ്ഞോ? ഇല്ലല്ലോ. ഇനി എന്താണ് അടുത്ത ടേം? കഴിഞ്ഞില്ല. ഓക്കെ, ഞാൻ പറഞ്ഞു. അടുത്ത ടേം പറ. 2V, +2V. ഓക്കെ, +2V = 0. +2 = 0. ഓക്കെ, സോ ഇതിനകത്ത് നമുക്ക് എന്താ കിട്ടുക? വാട്ട് ഡു വി ഗെറ്റ് ഫ്രം ദിസ്? ഇവിടെ 6 വോൾട്ട് എന്ന് ടോട്ടൽ വരും. പിന്നെ ഇവിടെ ഒരു -6I1 + I2 ഉണ്ടാവും. സോ 6I1 + I2 = 6 വോൾട്ട്സ്. സോൾവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് I1 + I2 = 1 എന്ന് കിട്ടും. ഓക്കെ ആണോ? അത് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ മതി. I1 + I2 = 1. I1 + I2 അല്ലല്ലോ, സോറി, I2 + I3. I2 + I3 = 1. മനസ്സിലായി? 6 വോൾട്ട് എന്ന് കിട്ടും. ഇപ്പുറത്ത് -6 × I2 + I3. ഓക്കെ, ഇനി അടുത്ത ലൂപ്പ് എഴുതിയേ. റൈറ്റ് ദി നെക്സ്റ്റ് ലൂപ്പ്. ഞാൻ പറയുന്ന ലൂപ്പ് എഴുതിക്കോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതാൻ കുഴപ്പമൊന്നുമില്ല.
BCD EB എന്ന് പറയുന്ന ലൂപ്പ്. BCD EB എന്ന് പറയുന്ന ലൂപ്പ് എടുത്ത് അതിനകത്ത് ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്താൽ എന്താണ് കിട്ടുക? നമ്മളിപ്പോ ഇനി വേരിയബിൾസ് ആക്കിയിട്ട് I2നെയും I3നെയും മാത്രമേ എടുക്കുന്നുള്ളൂ. I1നെ നമ്മൾ എവിടെയെങ്കിലും I1 വരികയാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഫസ്റ്റ് ടൈം എന്താ വരിക? B to C മൂവ് ചെയ്യുമ്പോൾ എന്ത് വരും? -2I3 -6 വന്ന മനസ്സിലായില്ലേ? -4I3. ഇനിയോ എത്തി. ഇനി E to B ആണ് മൂവ് ചെയ്യാനുള്ളത്. E to B മൂവ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? -4 is equal to 0. സോൾവ് ചെയ്താൽ എന്താ കിട്ടുക? സോൾവ് ചെയ്താൽ നമുക്ക് ഇവിടെ 6I3 എന്ന് വരും. പിന്നെ ഇവിടെ ഒരു -10 ഉണ്ട്. -10 അങ്ങോട്ട് പോയാൽ +10 ആയിട്ട് മാറും. 6I3 is equal to -10 ആയിട്ട് മാറും. അല്ലെങ്കിൽ 10 is equal to -6I3. I3 is equal to -10/6 or -5/3. I3 is equal to -5/3. അങ്ങനെയാണെങ്കിൽ I2 എത്ര വരും? I2 ഈ ഇക്വേഷൻ I2 കിട്ടില്ല. I2 + I3 is equal to 1 ആണ്. സോ I2 is equal to എത്ര വരും? 8/3 ആണോ? ഓക്കെ, I2 is equal to 8/3. ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. മോളത്തെ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ I2 കിട്ടും. ഓക്കെ, I2 is equal to 8/3. I1 എത്രയാ? I1 is equal to I2 + I3 1. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മൾ ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, ഇതിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലൂപ്പ് എടുക്കാം. ഓക്കെ, വേണമെങ്കിൽ ഫുൾ ലൂപ്പ് എടുത്തിട്ട് ഇക്വേഷൻ എഴുതി നോക്കായിരുന്നു. ദാറ്റ് ഈസ് അപ് ടു യു. അത് നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി ഇതിനകത്ത് I3യുടെ വാല്യൂ നമുക്ക് ആക്ച്വലി എത്ര കിട്ടിയ? -5/3 എന്നാണ് കിട്ടിയത്. വാട്ട് ഡസ് ഇറ്റ് മീൻ? അതിന്റെ ആക്ച്വൽ മീനിങ് എന്താ? ആക്ച്വലി കറണ്ട് ഫ്ലോ ചെയ്യുന്ന എവിടെ നിന്ന് എങ്ങോട്ടാണ്? നമ്മൾ എടുത്തതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. നമ്മൾ I3 B to C ആണ് മാർക്ക് ചെയ്തത്. പക്ഷെ ആക്ച്വലി ഫ്ലോ ചെയ്യുന്നത് C to B ആണെന്ന് മാത്രം. അത്രേ ഉള്ളൂ അതിന്റെ മീനിങ്. ഓക്കെ, ഇനി ആക്ച്വലി എന്താവെന്ന് കരുതിയിട്ട് നമ്മൾ തുടക്കത്തിൽ തന്നെ അത് അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. തുടക്കത്തിൽ നമ്മൾ എന്താണോ സൈൻ കൺവെൻഷൻ ഫോളോ ചെയ്തത് അത് തന്നെ ഫോളോ ചെയ്തിട്ട് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് അവസാനം ആൻസറിലോട്ട് എത്തിയാൽ മതി. ഓക്കെ, ഇനി അഥവാ നെഗറ്റീവ് കിട്ടുകയാണെങ്കിൽ ആക്ച്വൽ കറണ്ട് ഈസ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ദി ഡയറക്ഷൻ ദാറ്റ് വി ഹാവ് ടേക്കൺ. നമ്മൾ എടുത്തതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്ച്വൽ കറണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ ഇങ്ങനെ സോൾവ് ചെയ്തു. I2 + I3 കുഴപ്പമൊന്നുമില്ല. നമ്മള് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ ഏറ്റവും എളുപ്പം എങ്ങനെ ലൂപ്സ് എടുക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഇപ്പൊ എടുത്ത പോലെ തന്നെ ABEFA എന്ന് പറയുന്ന ലൂപ്പ് എടുത്താലുള്ള മെച്ചം. അതിനകത്ത് ഞാൻ I1 അതേപോലെ I2 + I3 ആക്കുന്നില്ല. I1 ABEFA എന്ന് പറയുന്ന ലൂപ്പ് തന്നെ എടുത്താലും അതിൽ കറണ്ടിന്റെ ടേം ഏത് കറണ്ട് മാത്രമേ വരുള്ളൂ എന്ന് ആലോചിച്ച് നോക്കി. ഏത് കറണ്ട് മാത്രമേ വരുള്ളൂ? ABEFA എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, I1 അതേപോലെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ആ ലൂപ്പിനകത്ത് ഇക്വേഷൻ എഴുതുമ്പോൾ ഏതൊക്കെ കറണ്ടിന്റെ ടേം വരും? I1 മാത്രമല്ലേ വരുള്ളൂ. I2 വരുമോ? I2 വരുമോ അതിനകത്ത്? ഇല്ല. I2ന്റെ ടേം എന്തെയില്ല, അതിനകത്ത് വരില്ല. കാരണം ഒരു കറണ്ടിന്റെ ടേം ഇക്വേഷനിൽ വരണമെന്നുണ്ടെങ്കിൽ ആ കറണ്ട് ഏതിലൂടെ പാസ് ചെയ്യണം? സെല്ലിലൂടെ പാസ് ചെയ്ത് ആ കറണ്ടിന്റെ ടേം വരില്ല. റെസിസ്റ്ററിലൂടെ പാസ് ചെയ്യുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ആ കറണ്ടിന്റെ ടേം വരുള്ളൂ. അപ്പൊ പറഞ്ഞ മനസ്സിലായോ? അങ്ങനെ ലൂപ്പ് എടുക്കുമ്പോൾ നമുക്ക് ആ ഇക്വേഷനിൽ ഒരൊറ്റ വേരിയബിൾ I1 എന്ന് പറയുന്ന വേരിയബിൾ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിൽ തന്നെ നേരിട്ട് എന്ത് എടുക്കാം? അതിൽ നിന്ന് തന്നെ നേരിട്ട് എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാം. I1ന്റെ വാല്യൂ നേരിട്ട് ആ ഇക്വേഷൻ തന്നെ കിട്ടും. മനസ്സിലായോ? ഇനി അതേപോലെ തന്നെ ഞാൻ രണ്ടാമത്തെ ലൂപ്പ് എടുത്ത് BCDEB എന്ന് പറയുന്ന ലൂപ്പിനകത്ത് ഞാൻ റീപ്ലേസ് ഒന്നും ചെയ്യാതെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഏത് വേരിയബിൾ ഏത് കറണ്ട് മാത്രമേ ആ ഇക്വേഷനകത്ത് വരുള്ളൂ. ആ ലൂപ്പിൽ I2 എന്ന് പറയുന്ന കറണ്ട് ഉണ്ട്. പക്ഷെ അവിടെ എന്തില്ല? I2 എന്ന് പറയുന്ന ടേം വരില്ല ഇക്വേഷനിൽ. കാരണം എന്താണ്? അത് റെസിസ്റ്ററിലൂടെ പാസ് ചെയ്ത് പോകുന്നില്ല. അത് ഒരു സെല്ലിലൂടെ മാത്രമേ പാസ് ചെയ്ത് പോകുന്നു. അപ്പൊ അതിനകത്ത് നിന്ന് നേരിട്ട് എന്ത് കിട്ടും? I3 എന്ന് പറയുന്നതും
കിട്ടും. ഓക്കെ, അപ്പൊ പിന്നെ സോൾവ് ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഓരോ ഇക്വേഷനും ഓരോന്ന് കിട്ടി പോകും. ഇതിന് പകരം ഞാൻ എടുത്തിരുന്നത് ABCDEF എന്ന് പറയുന്ന വലിയ ലൂപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഏതൊക്കെ ടേംസ് വരും, I1 വരും, I3 വരും, പിന്നെ അത് സോൾവ് ചെയ്യാൻ നിൽക്കണം. അപ്പൊ നമ്മൾ സർക്യൂട്ട് ഒന്ന് ഏത് ലൂപ്പ് എടുക്കണം എന്ന് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ശരിയാവുള്ളൂ. എങ്ങനത്തെ ലൂപ്പ് എടുക്കണം, ഏതെടുത്താലാണ് പെട്ടെന്ന് ആൻസർ കിട്ടുക. ഏത് ലൂപ്പ് എടുക്കണം എന്ന് നമ്മൾ എങ്ങനെ ആലോചിക്കണം, പരമാവധി കറണ്ട് ടേം കുറവ് വരുന്ന ലൂപ്പ് ചൂസ് ചെയ്യാം. അപ്പോ അതായത് കറണ്ട് റെസിസ്റ്ററിലൂടെ, അപ്പൊ ഇതിനകത്ത് ഞാൻ പറഞ്ഞ ഫസ്റ്റ് ലൂപ്പ് എടുക്കുമ്പോൾ ആകെ ഒരു കറണ്ട് ടേം മാത്രമേ വരുള്ളൂ. സോ അതുകൊണ്ട് എന്തെടുത്താൽ മതി, അങ്ങനത്തെ ലൂപ്സ് ചൂസ് ചെയ്താൽ മതി. എങ്ങനത്തെ ലൂപ്സ്, കറണ്ടിന്റെ ടേം ഒന്നൊക്കെ വരുന്ന ലൂപ്പ് ചൂസ് ചെയ്യുകയാണെന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒറ്റ ഇക്വേഷനിൽ തന്നെ ഓരോന്ന് കിട്ടി പോരും. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, മറ്റേ രീതിയിൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇക്വേഷൻ സോൾവ് ചെയ്യേണ്ടി വരും എന്ന് മാത്രം, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. യു വിൽ ഹാവ് ടു സോൾവ് ദി ഇക്വേഷൻ, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സോ ലൂപ്പ് റൂൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അപ്പൊ ഇത് വെച്ച് നമ്മള് ബുക്സ് ഒക്കെ എടുത്ത് നോക്കിയാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണും. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, പറ്റുകയാണെങ്കിൽ ക്ലാസ്സിന്റെ അവസാനം ആകുമ്പോഴേക്കും വേറെ ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ഇനി അടുത്തത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്. ആരാടാ? How to find the potential difference between 2 points. രണ്ട് പോയിന്റിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് റെസിസ്റ്ററിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് IR, അതേപോലെ ബാറ്ററിക്ക് അക്രോസ് ഉള്ള അതിന്റെ EMF എന്നൊക്കെ പറഞ്ഞിട്ട് പോവാം. പക്ഷെ അങ്ങനെ ആയിരിക്കില്ല. ഈ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുകയാണ്, വാട്ട് ഈസ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ F ആൻഡ് C. എഫും സിയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ് ഇതിനകത്ത് ചോദിക്കാം. അല്ലെങ്കിൽ വാട്ട് ഈസ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ B ആൻഡ് D. ബിയും ഡിയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്? ഇങ്ങനൊക്കെ നമുക്ക് തന്നിട്ടുള്ള ഈ സർക്യൂട്ടിനകത്ത് നിന്ന് ചോദിക്കാം. മനസ്സിലായി? സോ എങ്ങനെയാണ് രണ്ട് പോയിന്റ്സിന് അക്രോസിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഓക്കെ, സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. നമുക്ക് തൽക്കാലം ഒരു സിമ്പിൾ സർക്യൂട്ട് ഇവിടെ വരും. സിക്സ് വോൾട്ട്, അത് 4 വോൾട്ട് ആണ് ലാസ്റ്റ് ഉള്ളത്. 4 വോൾട്ട്. 3 ohm, 2 ohm. ഇങ്ങനെ ഒരു സിമ്പിൾ സർക്യൂട്ട്. ഓക്കെ, നൗ ഇതിനകത്ത് നമ്മളോട് ചോദിക്കാണ് വാട്ട് ഈസ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ A ആൻഡ് C, അല്ലെങ്കിൽ വാട്ട് ഈസ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ B ആൻഡ് D, വാട്ട് ഈസ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ A ആൻഡ് D. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് വരാം. സോ ഇത് ലൂപ്പ് റൂളിന്റെ ബാക്കിയായിട്ടാണ് വരുന്നത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കുക നമ്മൾ ചെയ്യേണ്ടത്. സപ്പോസ് വി ഹാവ് ടു ഫൈൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ A ആൻഡ് C. VA മൈനസ് VC കണ്ടുപിടിക്കും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ A ആൻഡ് C ഇത് കണ്ടുപിടിക്കാൻ. ഇതിന് നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ആദ്യം സർക്യൂട്ടിലെ കറണ്ട് കണ്ടുപിടിക്കണം. സോ ഫസ്റ്റ് ഫൈൻഡ് ദി കറണ്ട് ഇൻ ദി സർക്യൂട്ട്. ഹലോ, ഒരു സെക്കൻഡ്, ജസ്റ്റ് വെയിറ്റ്, ഒരു മിനിറ്റ്. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഇനി ഞാൻ ലോഗിൻ
എടുക്കേണ്ടി വരും. A31 പ്രോബ്ലത്തിലൊന്ന് കറണ്ട് കണ്ടുപിടിച്ചാൽ ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്തിട്ട് കറണ്ട് ഒന്ന് പെട്ടെന്ന് കണ്ടുപിടിച്ചു. അതിന്റെ മുമ്പ് കറണ്ട് കണ്ടുപിടിച്ചു. ഹലോ ഷിനാസ് സാർ എന്താ പറ്റിയേ? ഹലോ കേൾക്കുന്നില്ല. സ്പീക്കർ ഓഫ് ആണോ? ഇപ്പൊ കേൾക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇനി വീഡിയോ പോയല്ലോ. സായിദ് പോയ ഒരു സെക്കൻഡ്. സായിദ് പോയത് അടുക്ക് ഞാൻ സായിദിനോടൊന്ന് പറയട്ടെ കേട്ടോ. സെക്കൻഡ്. എന്നൊന്ന് ഹോസ്റ്റ് ആക്കാനായിരുന്നു ഒരു മിനിറ്റ്. ഓക്കെ. ഓക്കെ കുഴപ്പമില്ല. ഓക്കെ ആയോ? ഓക്കെ. ഇനി ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. ശരി. ഓക്കെ 2 ആംപിയർ ആണ് കറണ്ട് എന്ന് കിട്ടിയിട്ടുണ്ട്. സോ കറണ്ട് 2 ആംപിയർ എന്ന് കിട്ടിയില്ലേ? എല്ലാവർക്കും കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ കേൾക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ. സോ ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്താൽ മതി. ABCDA അല്ലെങ്കിൽ ADBCA എങ്ങനെ വേണമെങ്കിലും ADCBA ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യാം. സോ ഞാൻ ABCDA ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്ത് ജംഗ്ഷൻ റൂൾ അപ്ലൈ ചെയ്യാൻ ജംഗ്ഷൻ ഒന്നുമില്ല, ഒറ്റ വേരിയബിളേ ഉള്ളൂ, ഒറ്റ ഇക്വേഷൻ മതി. സോ ABCDA -6 പ്ലസ് ആണോ -2I1 സോറി -6 അല്ലല്ലോ +6. ഓക്കെ +6 ആണ്, നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്. +2I1 +4 -3I1 is equal to 0. So I1 is equal to I is equal to 2 ആംപിയർ. ഓക്കെ, ഇതാണ് ഇതിനകത്ത് കിട്ടുക. നമ്മൾ ഇതിനകത്ത് എങ്ങനെയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കുക? വി ഹാവ് ടു ഫൈൻഡ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് സി. എയും സിയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഫോർ ദാറ്റ് വി സ്റ്റാർട്ട് ഫ്രം എ. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? സ്റ്റാർട്ട് ഫ്രം എ. രണ്ടാമത്തെ എന്താണ്? ആഡ് ഓൾ ദി പൊട്ടൻഷ്യൽ ഡിഫറൻസസ്. Start from A and move towards B. Okay, move to B. B lot move ചെയ്യണം. Add all the potential difference and equate to VB. VB ക്ക് equate ചെയ്യും. അപ്പൊ എന്താണ് ഈ സംഭവം എന്ന് നോക്കാം. പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല. നമ്മൾ A ന്ന് സ്റ്റാർട്ട് ചെയ്യണം. സോ A ന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എയുടെ പൊട്ടൻഷ്യൽ VA എന്ന് എടുക്കും.
Okay. Now we are moving towards B. Sorry, B അല്ലല്ലോ, C. Okay, move towards C. Okay, sorry. നമ്മളിപ്പോ കണ്ടുപിടിക്കേണ്ടത് ഏതാണ്? C. എയും സിയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. So we move towards C. Okay. Now A സ്റ്റാർട്ട് ചെയ്തു. A to C എങ്ങനെ മൂവ് ചെയ്യാം? ഒന്നുകിൽ A to B to C മൂവ് ചെയ്യാം, അല്ലെങ്കിൽ A to D to C മൂവ് ചെയ്യാം. ഏതെടുത്താലും ഒരേപോലെ തന്നെയാണ്. ഏതെടുത്താലും സെയിം തന്നെയാണ്. ഞാൻ A to B to C മൂവ് ചെയ്യാണ്. സോ VA. ഇനി A to B to C, ABC എന്ന് പറയുന്ന ഭാഗത്തിലൂടെയാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം എന്തുണ്ട്? ഒരു ബാറ്ററി. ബാറ്ററിയുടെ എവിടെ നിന്ന് എങ്ങോട്ടാ? നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്. പൊട്ടൻഷ്യൽ റൈസ് ആണോ ഡ്രോപ്പ് ആണോ? പൊട്ടൻഷ്യൽ റൈസ്. സോ +6. പിന്നെന്താണുള്ളത്? 2 ohm റെസിസ്റ്റർ ആണ്. 2 ohm റെസിസ്റ്ററിൽ നമ്മൾ കറണ്ടിന്റെ സെയിം ഡയറക്ഷനിലല്ലേ B to C മൂവ് ചെയ്യുന്നത്? B to C മൂവ് ചെയ്യുന്നത് കറണ്ടിന്റെ സെയിം ഡയറക്ഷനിലല്ലേ? സോ പൊട്ടൻഷ്യൽ റൈസ് ആണോ ഡ്രോപ്പ് ആണോ? പൊട്ടൻഷ്യൽ ഡ്രോപ്സ്. സോ ദാറ്റ് ഈസ് -2 I1. I1ന്റെ വാല്യൂ എത്രയാ? 2 ആംപിയർ. അപ്പൊ ഇവിടെ എത്തി, സിയിലെത്തി. ഇനി ഒന്നുമില്ല, ഈക്വേറ്റ് ദാറ്റ് ടു സി. ഇതിനകത്ത് VA - VC പറഞ്ഞു. VA - VC is equal to 6 minus 4. അത് അങ്ങോട്ട് പോയാല് -2 volts. Okay, VA - VC is -2 volts. ഇതൊക്കെയാണോ? അങ്ങനെയാണെങ്കിൽ ADC എന്ന് പറയുന്ന പാത്തിലൂടെ പോകുമ്പോഴുള്ള ഇക്വേഷൻ എന്തായാലും ജസ്റ്റ് ഒന്ന് നിങ്ങൾ സോൾവ് ചെയ്തിട്ട് എഴുതിയ. ADC ഞാനിപ്പോ പോയത് എങ്ങനെയാ? ABC ആണ് പോയത്, A to B to C. ഇനി അതെന്തായിട്ട് മാറണം? ADC എന്ന് പറയുന്ന പാത്തിലൂടെ മൂവ് ചെയ്തിട്ട് ചെയ്യും. ചെയ്തേ. സെയിം ആൻസർ കിട്ടും. ആൻസർ സെയിം ആയിരിക്കും. എന്തൊക്കെയാണ് അതിനകത്ത് വരുന്ന ടേംസ് എന്തൊക്കെയാ? അപ്പോ അങ്ങനെ ചെയ്യുമ്പോ ADC എന്ന് പറയുന്ന ഇതിനകത്ത് ചെയ്യുമ്പോ എന്താണ് വരിക? ആദ്യം 3 ohm റെസിസ്റ്ററിലാണ്. 3 ohm റെസിസ്റ്ററിൽ കറണ്ട് എങ്ങനെയാ ഫ്ലോ ചെയ്യണേ? ഇങ്ങനെയാണ്. പക്ഷെ നമ്മൾ മൂവ് ചെയ്യുന്നത് എങ്ങനെയാ? കറണ്ടിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. സോ പൊട്ടൻഷ്യൽ റൈസ് ആണോ ഡ്രോപ്പ് ആണോ? പൊട്ടൻഷ്യൽ റൈസ്. അല്ലേ? ഓക്കെ, സെൻറ്ററൊക്കെ കിട്ടിയിട്ടുണ്ട്. സോ അപ്പൊ കിട്ടുന്ന ഇക്വേഷൻ എന്താണ്? VA + 3I1 കറക്റ്റ് ആണ്. -4 = 0 ആണോ? = 0 എന്നാണോ ഇക്വേറ്റ് ചെയ്യേണ്ടത്? VC. ഇനി അതിനകത്ത് VA - VC = എത്രയാണെന്ന് വെച്ചാൽ കണ്ടുപിടിക്കും. So that is how we find the potential difference between 2 points. രണ്ട് പോയിന്റ്സിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. സോ ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഇതൊക്കെ അല്ലേ? പൊട്ടൻഷ്യൽ ഡിഫറൻസും ലൂപ്പ് റൂളും അപ്ലൈ ചെയ്യുന്നു, റിവൈസ് ചെയ്ത് നോക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ് ലൂപ്പ് റൂളും ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസും. കാരണം ഇത് ഈ ചാപ്റ്ററിൽ മാത്രമല്ല, ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് തന്നെയാണ് ഇനി ഫോളോ ചെയ്യാൻ പോകുന്നത്. ബാക്കി എല്ലാ ചാപ്റ്റേഴ്സിലും ഇത് ആവശ്യം വരും. ഓക്കെ, ഹൗ ടു ഫൈൻഡ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 points ആൻഡ് how to solve using loop rule. Okay, എന്നാൽ അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്യാം. അതല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് മോളത്തെ ക്വസ്റ്റ്യൻ, ഇത് ഇപ്പൊ കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ മെത്തേഡ് വിട്ടോ. മോള് നമ്മൾ ചെയ്ത ഈ ക്വസ്റ്റ്യൻ, മോളിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു അല്ലെ? ഈ ലൂപ്പ് റൂളൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. ഈ ക്വസ്റ്റ്യൻ ഇത് കുറച്ച് ട്രിക്കിയാണ്. എല്ലായ്പ്പോഴും ഈ മെത്തേഡ് ഓടിക്കോളണം എന്നൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഈ മെത്തേഡ് ഫോളോ ചെയ്യണം എന്നല്ല പറഞ്ഞത്. ലൂപ്പ് റൂൾ ആണ് എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്. എന്തെങ്കിലും കൺഫ്യൂഷൻ വരികയാണെന്നുണ്ടെങ്കിൽ, പക്ഷെ ഇങ്ങനത്തെ മെത്തേഡ്സ് ഒക്കെ നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് സോൾവ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും. അതുകൊണ്ടാണ് ഞാനിത് ജസ്റ്റ് ഒന്ന് ചെയ്യാൻ പറയുന്നത്. ഈ പറഞ്ഞ മെത്തേഡ് വെച്ച് നമുക്ക് ബ്രാഞ്ചസിലെ കറണ്ട്സ് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇപ്പൊ പറഞ്ഞ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ മെത്തേഡ് വെച്ച് ബ്രാഞ്ചസിലെ കറണ്ട് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നാണ് ക്വസ്റ്റ്യൻ. Can we find the potential difference
ആൻഡ് ഫൈൻഡ് കറണ്ട്സ്. കണ്ടുപിടിക്കാൻ പറ്റുമോ? അതെങ്ങനെ ചെയ്യാൻ നോക്ക്. ഓക്കെ, ജസ്റ്റ് ഒരു സെക്കൻഡ്. ഇതായിരുന്നു ആ ക്വസ്റ്റ്യൻ. ഓക്കെ, ഞാൻ താഴെ കൊണ്ടുവന്നിട്ടുണ്ട്. 2 volts. This is 2 volts. ഈ ക്വസ്റ്റ്യൻ അതേപോലെ ചെയ്യാൻ പറ്റുമോ? എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാം? ഇതിങ്ങനെ ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചാല്, ഇത് വേറെ രീതിയിലൊക്കെ ചെയ്യാം കേട്ടോ. കാർബൺ എലക്ട്രിസിറ്റിന് പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ തന്നെ പല രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഏത് മെത്തേഡ് യൂസ് ചെയ്യണം പെട്ടെന്ന് കിട്ടാൻ എന്നുള്ളത് നമ്മൾ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്ത് പെട്ടെന്ന് സ്ട്രൈക്ക് എന്നാൽ മാത്രമേ സ്ട്രൈക്ക് ചെയ്യൂ. ഓക്കെ, ഇതിനകത്ത് ചെയ്യാനുള്ള ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ചാല്, ബിയും ഇയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കും. മനസ്സിലായി? ബിയും ഇയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ നേരെ താഴേക്ക് വന്നാൽ മതി. ഏത്? ആ 4 വോൾട്ട് ബാറ്ററിയിലൂടെ വന്നാൽ മതി. കാരണം എന്താ? 4 വോൾട്ട് ബാറ്ററിയിലൂടെ വരുമ്പോ വാട്ട് വിൽ ബി ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ്? വി ബി മൈനസ് വി ഇ കണ്ടുപിടിച്ചേ, അല്ലെങ്കിൽ വി ഇ മൈനസ് വി ബി, വി ബി മൈനസ് വി ഇ കണ്ടുപിടിച്ചു. എത്രയാണ്? നമ്മൾ ഏത് ബ്രാഞ്ചിലൂടെ വന്നാലും അതന്നെ കിട്ടണം. വി ബി മൈനസ് വി ആണ് കണ്ടുപിടിക്കണ്ടേ. ഏത് ബ്രാഞ്ചിലൂടെ? നേരെ ബി ടു ഇ താഴേക്ക് വന്നിട്ട് കണ്ടുപിടിച്ചേ. എന്താ ഉള്ള അവിടെ? റെസിസ്റ്റർ ഉണ്ടോ? ഇല്ല. വി ബി പ്ലസ് 4 is equal to VE. VB minus VE is equal to -4. കിട്ടിയോ? ഓക്കെ, -4 നിരഞ്ജനക്ക് കിട്ടി. VB minus VE is equal to -4 എന്ന് കിട്ടി. ഓക്കെ, കിട്ടിയിട്ട് എല്ലാവർക്കും കിട്ടിയില്ലേ? ഓക്കെ, ശരി സാൻഡ്ര, എല്ലാവർക്കും കിട്ടിയിട്ടെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ആണ്, കാരണം നേരെ താഴോട്ട് വന്നാൽ മതി. അവിടെ റെസിസ്റ്റർ ഒന്നുമില്ല. സോ വി ബി ബാറ്ററിയുടെ നെഗറ്റിവിറ്റി പോസിറ്റീവ് ആണ്. സോ +4 is equal to നേരെ ഇയിലെത്തി വി വി ബി മൈനസ് വി is equal to -4. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഇനി എന്ത് ചെയ്യാം? ആ സെയിം പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നെ ആവണം വേറെ ഏത് പാത്തിലൂടെ വന്നാലും. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്തു. ബി സി ഡി ഇ എന്ന് പറയുന്ന പാത്തിലൂടെ വന്നിട്ട് ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇക്വേറ്റ് ചെയ്ത് നോക്കിയപ്പോ ബി സി ഡി ഇ എന്ന് പറയുന്ന പാത്തിലൂടെ വരും. ബി സി ഡി ഇ എന്ന് പറയുന്ന പാത്തിലൂടെ വരുമ്പോ ഇക്വേഷൻ എങ്ങനെ വരും? ബി സി ഡി എന്ന് പറയുന്ന പാത്തിലൂടെ വരുമ്പോ വി ബി ഓക്കെ -2I3 -6 -4I3 is equal to VB. കറക്റ്റ് അല്ലേ? VB അല്ല, VE, സോറി, VE. ഇനി VB മൈനസ് VE -4 ആണെന്ന് അറിയാം. സോ VB മൈനസ് VE that is -4 is equal to, ഇത് അങ്ങോട്ട് പോയാൽ എന്താ കിട്ടുക? ടോട്ടൽ 6I3 പ്ലസ് 6. VB മൈനസ് VE -4 ആണെന്ന് മോളിൽ നിന്ന് കിട്ടി. കാരണം സെയിം തന്നെ കിട്ടിയാ. ഓക്കെ, ഈ സെയിം മെത്തേഡിൽ എന്ത് ചെയ്യാം? VB മൈനസ് VE കണ്ടുപിടിച്ചിട്ട് ഏത് പാത്തിലൂടെ വന്നിട്ട് I1 കണ്ടുപിടിക്കാം? ഏത് പാത്തിലൂടെ വന്നിട്ട് കണ്ടുപിടിക്കാം?
BAFE എന്ന് പറയുന്ന പാത്തിലൂടെ വന്നിട്ട് എന്ത് ചെയ്യാം, I1 കണ്ടുപിടിക്കാം. ഐ ഹോപ്പ് ദി മെത്തേഡ് ഇസ് ക്ലിയർ. മനസ്സിലായോ? BAFEB. EB-ലോട്ട് തന്നെ തിരിച്ചു പോണ്ട, ഈ വരെ. അപ്പോഴാണ് നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടുക. ലൂപ്പ് റൂൾ വെച്ച് അങ്ങനെ കിട്ടും. നമ്മളെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, സോ ഞാൻ 2 മെത്തേഡ് പഠിപ്പിച്ചെന്നേ ഉള്ളൂ. അതിനകത്ത് ലൂപ്പ് റൂൾ ആണ് ഇമ്പോർട്ടന്റ്. ലൂപ്പ് റൂൾ വെച്ച് എല്ലാം ചെയ്യാം. പക്ഷെ ചില ക്വസ്റ്റ്യനില്, സം ക്വസ്റ്റ്യൻസ് നമുക്ക് ഏതായിരിക്കും എളുപ്പം? ഏതാണ് എളുപ്പം? പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെത്തേഡ് ആയിരിക്കും എളുപ്പം വരും. ഓക്കെ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെയാണ്. What is the current through each resistor? What is the current through each resistor? What is the current through each resistor? So ഒരു റെസിസ്റ്ററിലുള്ള കറണ്ട് മാർക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. സോ ഇതിലൂടെ ഞാൻ തൽക്കാലം I1, I2, I3. ഇപ്പൊ ജംഗ്ഷൻ റൂൾ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടാണ് ഇത് കുറെ ചെയ്യാൻ. പക്ഷെ ഞാൻ പറഞ്ഞ ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ മതി. ഏത് ലൂപ്പ് റൂൾ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. എങ്ങനത്തെ ലൂപ്പ്? സർ ഞാനിവിടെ പേര് എഴുതുന്നു. ABCDEF. അടുത്ത ഏതാ? ഇതിനകത്ത് എങ്ങനെയൊക്കെ നിങ്ങൾ ലൂപ്സ് ചൂസ് ചെയ്യും? 3 കറണ്ട്സ് കണ്ടുപിടിക്കാണ്ട്. ഇതിനകത്ത് ആരെങ്കിലും BCFG എന്ന് പറയുന്ന ലൂപ്പ്, BCFGB എന്ന് പറയുന്ന ലൂപ്പ് ചൂസ് ചെയ്യും? ആദ്യം തന്നെ അത് ചൂസ് ചെയ്യും. ആരെങ്കിലും ചൂസ് ചെയ്യും? ഇങ്ങനെ ചൂസ് ചെയ്യുന്നത് ഒരു നല്ല മെത്തേഡാണോ? ആണോ? പെട്ടെന്ന് ആൻസർ കിട്ടുമോ ഇങ്ങനെ ചൂസ് ചെയ്താൽ? ചെയ്തു വരുമ്പോ ചിലപ്പോ ആൻസർ കിട്ടുമായിരിക്കും. പെട്ടെന്ന് ആൻസർ കിട്ടും? ഇല്ല. കാരണം എന്താണ്? അതിനകത്ത് എന്ത് വരും? 2 കറണ്ടിന്റെ ടേം വരും. I1 വരും, I2 വരും. വി ഹാവ് 2 അൺനോൺസ്. കറക്റ്റ് ആണ്. അപ്പൊ അങ്ങനെ ചൂസ് ചെയ്യുന്നതിന് പകരം റെസിസ്റ്റർ ഇല്ലാത്ത ഏതെങ്കിലും ബ്രാഞ്ച് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോ ABGHA, ABG ആരാടാ അത്? ABGHA എന്ന് പറയുന്ന ലൂപ്പ് അതെടുക്കുന്ന ഒരു നല്ല സൊല്യൂഷൻ അല്ലേ? കാരണം എന്താ? ABGHA അതിനകത്ത് ഒരു വേരിയബിൾ മാത്രമേ വരൂ. ABGHA വെച്ചിട്ട് I1 കണ്ടുപിടിച്ച് അടുത്ത ലൂപ്പ് ചൂസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും നല്ലത്? ABCFGHA. ഇനി വേണമെങ്കിൽ BCFGH യൂസ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ അല്ല, BCFGB ചൂസ് ചെയ്താലും കുഴപ്പമില്ല. എന്നാലും അതിനകത്ത് I1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമല്ലോ. അതിനേക്കാളും നല്ലത് ABCFGH എന്ന് പറയുന്ന ചൂസ് ചെയ്യും. കറണ്ട് കിട്ടിയോ I1?
എന്താ കിട്ടിയെന്ന് വെച്ചാൽ പറഞ്ഞോ, കറക്റ്റ് ആയിരിക്കും. കറണ്ട് വേണമെങ്കിൽ 0 ഒക്കെ ആവാം. അലയുടെ ആരാ? ഏതാ ആൻസർ വരിക? ആൻസർ 0. ബാക്കി എല്ലാ കറൻസും എന്താ കിട്ടിയ? എല്ലാ കറണ്ടും 0 ആണോ? ലത്തീഫ് എന്താ കൈ വെക്കണേ? എല്ലാ കറൻസും 0 കിട്ടിയിട്ടുണ്ടാവും പ്രതീക്ഷിക്കുന്നു. ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്താൽ മതി. കിട്ടിയില്ലേ? ABGH എന്ന് പറയുന്ന ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ABGH ഞാൻ തൽക്കാലം 1-2 അപ്ലൈ ചെയ്യാം. ABGHA അപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? A to B +2 -2I1 B to G -2I1 -2 G to H ബാറ്ററിയുടെ പോസിറ്റീവ് ടു നെഗറ്റീവ് is equal to 0. So 2I1 is equal to 0. I1 is equal to 0. ഇനി ABCFGH ABCFGH ഏത് വേണേലും ചൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വരാ? ABC A to B +2 B to C again +2 -2I2 -2 is equal to 0. I hope it's clear. So I2 again 0. Similarly അങ്ങോട്ട് പോകുമ്പോൾ I3 0 എന്ന് കിട്ടും. ഓക്കെ, സോ ദാറ്റ് ഇസ് എ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ വേറെ രീതിയിൽ എങ്ങനെയാണ് ചെയ്യാന്ന് ചോദിച്ചാല് വി ക്യാൻ ഫൈൻഡ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യൽ വെച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ യൂസിങ് പൊട്ടൻഷ്യൽ ആൾസോ വി ക്യാൻ സോൾവ് ദിസ് ക്വസ്റ്റ്യൻ. പൊട്ടൻഷ്യൽ വെച്ചിട്ട് എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാന്ന് ചോദിച്ചാല് ഇവിടുത്തെ എയും എച്ചും സെയിം പൊട്ടൻഷ്യൽ അല്ലേ? കാരണം അതിന്റെ ഇടയിൽ വേറെ ഒന്നുമില്ല. മനസ്സിലായോ? ഒരു ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റ് സെല്ലോ ബാറ്ററിയോ കപ്പാസിറ്ററോ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഒക്കെ വരുമ്പോഴാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ടേം വരുന്നത്. എയും എച്ചും സെയിം പൊട്ടൻഷ്യലാണ്. സോ അവിടുത്തെ പൊട്ടൻഷ്യൽ എന്ത് വേണമെങ്കിലും എടുക്കാം. വി എന്ന് എടുത്തു. ഓക്കെ, ഈ വി എ മൈനസ് വി ബി എന്താ വരിക? ഇതിനകത്തുനിന്ന് വി എ മൈനസ് വി ബി എന്താ വരിക? വി എ +2 വി എ മൈനസ് വി ബി 2 -2 കറക്റ്റ് ആണ് സെന്റർ പറഞ്ഞത്. വി എ +2 is equal to വി ബി അല്ലെങ്കിൽ വി എ മൈനസ് വി ബി is equal to -2. സോ വാട്ട് ഡസ് ഇറ്റ് മീൻ? വി എ മൈനസ് വി ബി -2 ആണ്, അല്ലെങ്കിൽ വി എ +2 is equal to വി ബി ആണെന്നുണ്ടെങ്കിൽ ബിയിലെ പൊട്ടൻഷ്യൽ എന്താ? വാട്ട് ഇസ് ദി പൊട്ടൻഷ്യൽ അറ്റ് ബി? വി എ +2 ആണ്. ഓക്കെ ആണോ? സിമിലർലി ജിയിലെ പൊട്ടൻഷ്യൽ എന്തായിരിക്കും അങ്ങനെയാണെങ്കിൽ? വാട്ട് ഇസ് ദി പൊട്ടൻഷ്യൽ അറ്റ് ജി? ഇതേപോലെ പറഞ്ഞേ, ജിയിലെ പൊട്ടൻഷ്യൽ. പൊട്ടൻഷ്യൽ അറ്റ് ജി, താഴത്തെ പോയിന്റ്. ഇതേപോലെ വി എയുടെ ടേംസിൽ വാട്ട് ഈസ് പൊട്ടൻഷ്യൽ അറ്റ് ജി? വി ബി പറഞ്ഞു വി എ +2 ആണെന്ന് പറഞ്ഞു. വി ജി എന്താ? വി എ +2 -2I1. ഓക്കെ, അങ്ങനെ കറങ്ങി തിരിഞ്ഞ് വരികയാണെങ്കിൽ കറക്റ്റ് ആണ്, കുഴപ്പമൊന്നുമില്ല. താഴെ കൂടെ വരികയാണെങ്കിലോ? താഴെ കൂടെ വരികയാണെങ്കിൽ അതും വി എ +2 തന്നെയാണ്. അത് കറക്റ്റ് പറഞ്ഞ മനസ്സിലായെന്ന് വിചാരിക്കും. അപ്പോ ബിയുടെ പൊട്ടൻഷ്യലും ജിയുടെ പൊട്ടൻഷ്യലും വി എ +2 തന്നെയാണ്, സെയിം പൊട്ടൻഷ്യലാണ്. മനസ്സിലായി? അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ്? ബിക്കും ജിക്കും അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താ? 0. സെയിം പൊട്ടൻഷ്യൽ ആണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു റെസിസ്റ്ററിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആണെങ്കിൽ അതിലൂടെ കറണ്ട് പാസ് ചെയ്യോ? ഇല്ല. there won't be any current through PG part. റെസിസ്റ്ററിലൂടെ കറണ്ട് പാസ് ചെയ്യും. സോ I1 has to be equal to 0. സിമിലർലി സിയുടെ പൊട്ടൻഷ്യൽ എന്താ വരിക? ഇങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സിയുടെ പൊട്ടൻഷ്യൽ നമ്മൾ മുകളിലൂടെ വരികയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ബി ടു സി മൂവ് ചെയ്താലും മതി, അല്ലെങ്കിൽ എ ടു സി തന്നെ മൂവ് ചെയ്താലും എന്താ കിട്ടുക? സിയുടെ പൊട്ടൻഷ്യൽ വി എ
+4 കറക്റ്റ് ആണ്. VA +4 എന്ന് പറയും. ഓക്കെ, VA +2 +2 = VC, VC = VA +4. സിമിലർലി എഫിന്റെ പൊട്ടൻഷ്യലോ, എഫിന്റെ പൊട്ടൻഷ്യൽ എന്താ വരിക? താഴെ കൂടെ വന്നാൽ VA +4 തന്നെ കിട്ടും, സെയിം തന്നെ കിട്ടും. ഓക്കെ, സോ സിയുടെയും എഫിന്റെയും പൊട്ടൻഷ്യൽ സെയിം അല്ലേ? ദി പൊട്ടൻഷ്യൽ ഓഫ് C and F are same. Okay, same. So what will be the current through CF? റെസിസ്റ്ററിലൂടെയുള്ള കറണ്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. So there won't be any current through the resistor. Okay. Similarly, D and E okay ആണെന്ന് വിചാരിക്കുന്നു. Similarly, VA +6 എന്ന് വരും. That will be 0. Okay. So I hope the concept of potential difference and this loop rule is clear. ഇനി എപ്പോഴാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എളുപ്പമായിട്ട് വരാന്ന് ചോദിച്ചാൽ, അതായത് ഏതെങ്കിലും ബ്രാഞ്ചിൽ ഇങ്ങനെ റെസിസ്റ്റർ ഇല്ലാത്ത യൂണിറ്റ്സ് വരണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ലെഫ്റ്റ് മോസ്റ്റ് എലമെന്റ് അങ്ങനെ എടുത്തിട്ട് ചെയ്യുമ്പോൾ എന്താണ്, അതിനകത്ത് റെസിസ്റ്റർ ഇല്ല അല്ലെ? അപ്പൊ അവിടുത്തെ കറണ്ടിന്റെ ടേം വരാത്ത സിറ്റുവേഷൻ, സെല്ല് മാത്രമാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ സെല്ല് മാത്രം, അതായത് ഇപ്പൊ ഇതിനകത്ത് GHAB എന്ന് പറയുന്നതിനകത്ത് എന്ത് മാത്രമേ ഉള്ളൂ? GHAB എന്ന് പറയുന്ന ഇതിനകത്ത് സെല്ല് മാത്രമേ ഉള്ളൂ അല്ലെ? ഇതിനകത്ത് ഇങ്ങനെ ഒരു എലമെന്റില് സെല്ല് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ കറണ്ട് കണ്ടുപിടിക്കാതെ തന്നെ നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാം. സെയിം സംഭവം തന്നെയാണ് ഞാൻ ഇവിടെയും ചെയ്തത്. മനസ്സിലായോ? ഇതിനകത്ത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് ഈ എലമെന്റിൽ. കാരണം അവിടെ സെല്ല് മാത്രമേ ഉള്ളൂ, അതിലൂടെ കറണ്ട് ഉണ്ടെങ്കിലും കറണ്ടിന്റെ ടേം വരില്ല. കറണ്ടിന്റെ ടേം എപ്പോഴാ ഇക്വേഷൻ എഴുതുമ്പോ വരിക? എപ്പോഴാ വരിക? റെസിസ്റ്റർ ഉണ്ടെങ്കിലേ വരുള്ളൂ. മനസ്സിലായോ? സോ അവിടെ യൂസ് ചെയ്യുന്നത് എപ്പോഴാണ് ഇത് യൂസ് ചെയ്യേണ്ടതെന്ന് എളുപ്പം വരാന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു ബ്രാഞ്ചില് സെല്ല് മാത്രം വരുന്ന ബ്രാഞ്ച് ആണെങ്കിൽ പെട്ടെന്ന് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാം. മനസ്സിലായി? കറണ്ടിന്റെ ആവശ്യമില്ല. അങ്ങനെ ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേറെ ഡിഫറെന്റ് പാത്തിലൂടെ പോകുമ്പോഴും ആ സെയിം പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നെ വരണം. സോ ദാറ്റ് ഈസ് അങ്ങനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണോ എളുപ്പം, അതല്ലെങ്കിൽ ഏതാണോ എളുപ്പം എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണോ ലൂപ്പ് റൂൾ ആണോ എളുപ്പം, നമ്മൾ അങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഇനി നമ്മൾ അടുത്ത ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് സെൽ അല്ലെങ്കിൽ ബാറ്ററി. സെല്ലിന് എഴുതാനോ? ആരെങ്കിലും മൈക്ക് ഓൺ ആണോ? ഓൺ ആണെങ്കിൽ ഒന്ന് ഓഫ് ആക്കും. സെൽ അല്ലെങ്കിൽ ബാറ്ററി. നമ്മൾ ഇതുവരെ ബാറ്ററി പറഞ്ഞു. നമ്മൾ ആ ബാറ്ററിയുടെ EMF മാത്രമേ മാർക്ക് ചെയ്യുന്നുള്ളൂ. സോ സെൽ ഈസ് നോട്ട് ജസ്റ്റ് EMF. ചില ക്വസ്റ്റ്യൻസിലൊക്കെ EMF മാത്രമേ ഉണ്ടാവുള്ളൂ. ബട്ട് സെൽ ഈസ് നോട്ട് ജസ്റ്റ് EMF. സെൽ ഈസ് എ കോമ്പിനേഷൻ ഓഫ് സെൽ എന്ന് പറയുന്നത് എന്താണ്? അതിന് EMF ഉണ്ട്, പ്ലസ് അതിൻ്റെതായിട്ടുള്ള ഒരു റെസിസ്റ്റൻസും ഉണ്ട്, ഇന്റേണൽ റെസിസ്റ്റൻസ്. സെല്ലിന് EMF ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള ഒരു ഇന്റേണൽ റെസിസ്റ്റൻസും ഉണ്ട്. ഓക്കെ, എന്താണ് അതിന്റെ EMF നോക്കാം. ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ മാത്രമൊന്നുമില്ല, നമുക്ക് പറഞ്ഞിട്ട് പോകാനുള്ളൂ. EMF ഒരു ഇമ്പോർട്ടന്റ് ക്വാണ്ടിറ്റി ആണ്. എന്താണ് EMF? EMF എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ എക്സ്പാൻഡ് ചെയ്ത് എന്താ കിട്ടുക? എന്തായിരുന്നു? കെമിസ്ട്രി പഠിച്ചതല്ലേ, അതിന് മുമ്പ് പഠിച്ചതല്ലേ എന്താണ് EMF എന്നൊക്കെ പറഞ്ഞാൽ? ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് അല്ലെ? സോ ബേസിക്കലി EMF എന്ന് പറഞ്ഞാൽ ശരിക്ക് ഫോഴ്സ് അല്ല, ദാറ്റ് ഈസ് നോട്ട് ദി ഫോഴ്സ്. ടേമില് ഫോഴ്സ് ഉണ്ടെങ്കിലും അതിന്റെ യൂണിറ്റ് ഫോഴ്സ് അല്ല, വോൾട്ട് ആണ് അതിന്റെ ഫോഴ്സ് യൂണിറ്റ്. വോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എനർജി പെർ പൊട്ടൻഷ്യൽ എനർജി, പൊട്ടൻഷ്യൽ അല്ലെ? EMF എന്ന് പറഞ്ഞാൽ ബേസിക്കലി പൊട്ടൻഷ്യലിന്റെ ടേംസിലാണ് പറയാം. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താ? പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് ചാർജ് അല്ലെ? യൂണിറ്റ് ചാർജിന് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് ചാർജ് ആണ് എന്തെന്ന് പറയുന്നത്? ഇതെന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. സോ ബേസിക്കലി EMF എന്ന് പറഞ്ഞാൽ ബേസിക്കലി എനർജി ആയിട്ടാണ് ക്ലോസ് റിലേഷൻ, ഫോഴ്സും ആയിട്ടല്ല. ഓക്കെ, എനർജി പെർ യൂണിറ്റ് ചാർജ്, അതിനെയാണ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. എനിവേ നോക്കാം. നമ്മളൊരു സിമ്പിൾ സർക്യൂട്ട് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇഫ് യു ചൂസ് എ സിമ്പിൾ സർക്യൂട്ട്,
ഇതിന്റെ വോൾട്ടേജ് വി ആണ്. ഇതിനൊരു ഇന്റേണൽ റെസിസ്റ്റൻസ് ആർ. അത് നമ്മൾ തൽക്കാലം ഇപ്പൊ പറയുന്നില്ല, അവിടെ ഒരു റെസിസ്റ്റർ ഉണ്ടെന്ന് വിചാരിച്ചു. എങ്ങനെയാണ് ഇതിൽ സർക്യൂട്ടിൽ കറണ്ട് ഫ്ലോ ചെയ്യുക? ഇങ്ങനല്ലേ കറണ്ട് ഫ്ലോ ചെയ്യാം. ഇപ്പൊ റെസിസ്റ്ററിൽ എങ്ങനെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുക? ഫ്രം ഹയർ പൊട്ടൻഷ്യൽ, ഈ സൈഡ് ആയിരിക്കും ഹയർ പൊട്ടൻഷ്യൽ, ഈ സൈഡ് ലോവർ പൊട്ടൻഷ്യൽ. ഫ്രം ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ കറണ്ട് ഫ്ലോ ചെയ്യും. സോ ചാർജ് എപ്പോഴും, പോസിറ്റീവ് ചാർജ് എപ്പോഴും ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ ആണ് മൂവ് ചെയ്യുക. അങ്ങനെ ഈ കറണ്ട് ഇങ്ങനെ വന്ന് ഇവിടെ എത്തി. ഓക്കെ, ഇവിടെ എത്തി. സോ ഇത് പോസിറ്റീവ് ടെർമിനലാണ്, ഇത് നെഗറ്റീവ് ടെർമിനലാണ് ബാറ്ററിയുടെ. നെഗറ്റീവ് ടെർമിനലിൽ എത്തിയാൽ എന്താ സംഭവിക്കുക? ഇവിടുന്ന് ഇങ്ങനെ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് പോസിറ്റീവ് ചാർജ് എടുത്തിട്ട് എന്ത് ചെയ്യാണ്? നെഗറ്റീവ് ടെർമിനലിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യാണ്. മനസ്സിലായോ? അങ്ങനെ ആവുമ്പോൾ എന്താ സംഭവിക്കുക? പോസിറ്റീവ് ടെർമിനലിന്റെ ആ പോസിറ്റിവിറ്റി എന്ന് പറയുന്ന സംഭവം, അല്ലെങ്കിൽ അതിനകത്തുള്ള പോസിറ്റീവ് പൊട്ടൻഷ്യൽ കുറഞ്ഞു വരില്ലേ ചെയ്യാം. മനസ്സിലായോ? പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് പോസിറ്റീവ് ചാർജ് എടുത്താൽ അവിടുത്തെ ആ പോസിറ്റീവ് പൊട്ടൻഷ്യൽ കുറഞ്ഞു വരും. ആ ചാർജ് എടുത്തിട്ട് നെഗറ്റീവ് ടെർമിനലിൽ പോയാൽ എന്താ സംഭവിക്കുക? നെഗറ്റീവ് ടെർമിനലിൽ എന്ത് സംഭവിക്കും? ന്യൂട്രലൈസേഷൻ സംഭവിക്കും. നെഗറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജും കൂടി കൂടിയിട്ട് എന്താവും? ന്യൂട്രലൈസേഷൻ സംഭവിക്കും. അപ്പൊ അവിടുത്തെ നെഗറ്റീവ് ടെർമിനലിന്റെ പൊട്ടൻഷ്യലും എന്തായി? കുറഞ്ഞു വരും. മനസ്സിലായോ? ഇവിടുത്തെ പോസിറ്റീവ് ടെർമിനൽ, ഈ നെഗറ്റീവ് എക്സാമ്പിൾ പറയുകയാണ്, എക്സാക്ട് കൺസെപ്റ്റ് അല്ല, മനസ്സിലാക്കാൻ വേണ്ടി പറയാം. നെഗറ്റീവ് ടെർമിനൽ -5-ലും പോസിറ്റീവ് ടെർമിനൽ +5-ലും ആണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 10 വോൾട്ട് ആണ്. മനസ്സിലായോ? ഇനി ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് പോസിറ്റീവ് ടെർമിനലിന്റെ പൊട്ടൻഷ്യൽ കുറഞ്ഞു വരും, 4 വോൾട്ട് ആവും. അങ്ങനെ അത് പോയിട്ട് അപ്പുറത്ത് ന്യൂട്രലൈസേഷൻ നടക്കുമ്പോൾ അവിടുത്തെ നെഗറ്റീവ് പൊട്ടൻഷ്യലും കുറഞ്ഞു വരും. നെഗറ്റീവ് പൊട്ടൻഷ്യൽ -4 ആയിട്ട് മാറും. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായിട്ട് മാറും? 8 വോൾട്ട് ആയിട്ട് മാറും. അപ്പോ അങ്ങനെ സംഭവിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ, പൊട്ടൻഷ്യല് കണ്ടിന്യൂസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഈ സെല്ലിന്റെ ഉള്ളിൽ എത്തുന്ന പോസിറ്റീവ് ചാർജ്, അതായത് നെഗറ്റീവ് ടെർമിനലിൽ എത്തുന്ന പോസിറ്റീവ് ചാർജിനെ യൂസിങ് സം ഇന്റേണൽ മെക്കാനിസം, എന്തെങ്കിലും ഒരു ഇന്റേണൽ മെക്കാനിസം യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? പോസിറ്റീവ് ടെർമിനലിലോട്ട് തന്നെ തിരിച്ചെത്തിക്കണം. മനസ്സിലായോ? അത് സെല്ലിന്റെ ഉള്ളിൽ എന്തെങ്കിലും കെമിക്കൽ പ്രോസസ്സോ എന്തെങ്കിലും ഒക്കെ ആയിക്കോട്ടെ, അത് എന്ത് ചെയ്യണം? അതുവഴി എന്ത് ചെയ്യും? ഇലക്ട്രോളിസോ എന്തെങ്കിലും നടന്നോട്ടെ, അതുവഴി എന്ത് ചെയ്യണം? നെഗറ്റീവ് ടെർമിനലിൽ എത്തിയ പോസിറ്റീവ് ചാർജസിന് തിരിച്ച് എങ്ങോട്ട് തന്നെ എത്തിക്കണം? പോസിറ്റീവ് ടെർമിനലിലോട്ട് തന്നെ എത്തിക്കണം. എന്നാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ? എന്നാലേ ബാറ്ററി ഒക്കെ എന്ത് ചെയ്യണം? ഒരു കോൺസ്റ്റന്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പൊ ഒരു ബൾബ് പ്രവർത്തിക്കാൻ 5 വോൾട്ട് EMF വേണം, അല്ലെങ്കിൽ 5 വോൾട്ട് വേണം പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ബാറ്ററിയുടെ EMF കുറഞ്ഞു വരികയാണെങ്കിൽ ബൾബ് എന്ത് ചെയ്യും? കുറച്ച് കഴിയുമ്പോൾ കേട് വന്ന് പോകും. കാരണം സഫീഷ്യന്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ലെങ്കിൽ അത് കേട് വന്ന് പോകും. സോ എപ്പോഴും എന്ത് ചെയ്യണം? പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഇന്റേണൽ മെക്കാനിസം നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് പോസിറ്റീവ് ടെർമിനലിലോട്ട് എന്ത് ചെയ്യണം? പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരണം. നമുക്കറിയാം, നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് പോസിറ്റീവ് ചാർജിനെ എടുക്കണം എന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ചാർജിനെ ആരെ അട്രാക്ട് ചെയ്യും? നെഗറ്റീവ് ടെർമിനലിൽ അട്രാക്ട് ചെയ്യും, അല്ലെ? അൺലൈക്ക് ചാർജസ് അട്രാക്ട് ചെയ്തത്. സോ അതിനെ ഓവർകം ചെയ്തിട്ട് വേണം, പോസിറ്റീവ് ടെർമിനലിലെ റിപ്പൾഷനും ഓവർകം ചെയ്തിട്ട് വേണം നെഗറ്റീവ് ടെർമിനലിലോട്ട് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുപോകാൻ. മനസ്സിലായോ? പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നെഗറ്റീവ് ടെർമിനലിലോട്ട് കൊണ്ടുപോകാൻ ഒരു വർക്കും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ? നേരെ അത് പോയിക്കോളും. കാരണം അട്രാക്ഷൻ ടുവേർഡ്സ് അതാണ്, അല്ലെ? നെഗറ്റീവ് ടെർമിനലാണ്. പക്ഷെ നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് പോസിറ്റീവ് ടെർമിനലിലോട്ട് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുപോയാൽ സെല്ലിന്റെ ഇന്റേണൽ മെക്കാനിസം ഹാസ് ടു ഡു സം വർക്ക്. കുറച്ച് വർക്ക് ചെയ്താലേ പറ്റുള്ളൂ. അവിടുന്ന് ആ റിപ്പൾഷനെയും അട്രാക്ഷനെയും, അതായത് നെഗറ്റീവ് ടെർമിനലിന്റെ അട്രാക്ഷനെയും പോസിറ്റീവ് ടെർമിനലിന്റെ റിപ്പൾഷനെയും ഓവർകം ചെയ്തിട്ട് വേണം കൊണ്ടുവരാൻ. ആ ചെയ്യുന്ന വർക്ക് per unit charge, that work done per unit charge is called the EMF of the cell. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? EMF of the cell എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ കൺസെപ്റ്റ് മനസ്സിലായോ? എന്താണ് ഈ കൺസെപ്റ്റ്? വളരെ ബ്രീഫായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, സർക്യൂട്ടിന്റെ ബാറ്ററിയുടെ പുറത്ത് പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ് എന്ത് ചെയ്യുന്നത്? കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ബേസിക്കലി അതിന്റെ കറണ്ടിന്റെ കൺവെൻഷൻ അനുസരിച്ച് പോസിറ്റീവ് ചാർജ് അങ്ങനെ ഫ്ലോ ചെയ്യുന്നതായിട്ട് എടുക്കാം. അങ്ങനെ ഫ്ലോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ടെർമിനലിലെ പൊട്ടൻഷ്യലും നെഗറ്റീവ് ടെർമിനലിലെ നെഗറ്റീവ് പൊട്ടൻഷ്യലും എന്ത് ചെയ്യും? കുറഞ്ഞു വരും. അത് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ന്യൂട്രലൈസേഷൻ ഒഴിവാക്കണം. അതിനെന്ത് ചെയ്യണം? നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് പോസിറ്റീവ് ടെർമിനലിലോട്ട് അവിടെ എത്തിയ ചാർജിനെ തിരിച്ചു കൊണ്ടുപോകണം. മനസ്സിലായോ? എന്നാൽ മാത്രമേ ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ സെല്ലിന്റെ ഉള്ളിൽ എങ്ങനെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്? നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്. മനസ്സിലായോ? ഫോഴ്സിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. സോ അതിനെന്ത് ചെയ്യണം? ഒരു എക്സ്ട്രാ വർക്ക് അതിന്റെ ഇന്റേണൽ മെക്കാനിസം ചെയ്യേണ്ടി വരും. അതെന്താണെന്ന് നമുക്ക് ഫിസിക്സിൽ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല ആസ് ഓഫ് നൗ. ഓക്കെ, ബാറ്ററിയിലൊക്കെ റിസർച്ച് ചെയ്യണമെങ്കിൽ അപ്പൊ ചെയ്താൽ മതി.
ആ വർക്ക് പെർ യൂണിറ്റ് ചാർജിനെ നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് പോസിറ്റീവ് ടെർമിനലിലോട്ട് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒരു വർക്ക് ചെയ്യണം. ദാറ്റ് വർക്ക് ഡൺ പെർ യൂണിറ്റ് ചാർജ് ഈസ് കോൾഡ് EMF ഓഫ് ദി സെൽ. അതിനെയാണ് നമ്മൾ സെല്ലിന്റെ EMF എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ മനസ്സിലായോ? ഇത് ക്ലിയർ ആണെന്ന് മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ എഴുതി വെച്ചോ. സർക്യൂട്ട് ഒന്ന് വരച്ചിട്ട് ഇങ്ങനെ എഴുതി വെച്ചോ. outside the cell current is flowing from outside the cell current is flowing from positive terminal to negative terminal. Current is flowing from positive terminal to negative terminal. But when the cell supplies the current, when the cell supplies the current, inside the cell current is flowing from negative to positive. Negative to positive. Negative to positive ആണ് മൂവ് ചെയ്യുക. So for this to happen, ഇത് നടക്കണമെന്നുണ്ടെങ്കിൽ the internal mechanism of the cell has to do some work. This work done per unit charge is called EMF of the cell. This is called EMF of the cell. Okay. അടുത്ത താഴെ ഇങ്ങനെ എഴുതിക്കോ. Along with EMF, cell also has internal resistance. So അതും ഒരു സർക്യൂട്ട് എലമെന്റ് ആണ് അല്ലെ. അപ്പൊ എന്തായാലും ഒരു സൂപ്പർ കണ്ടക്ടർ അല്ലാത്ത എല്ലാ സംഭവത്തിനും എന്തുണ്ടാവും? ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. സെല്ലിനും ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ നമ്മൾ സാധാരണ സെല്ലിനെ റെപ്രസെന്റ് ചെയ്യുക along with EMF. സർക്യൂട്ടിൽ നമ്മൾ ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ് സാധാരണ സ്മോൾ r വെച്ചാണ് ഡിനോട്ട് ചെയ്യുക. EMF E അല്ലെങ്കിൽ വോൾട്ട് വെച്ച് ഡിനോട്ട് ചെയ്യും. സോ ഇങ്ങനെയാണ് സാധാരണ ഒരു സെല്ല് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് സാധാരണ ഒരു സെല്ല് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. Okay, I hope it's clear. എന്നാൽ അടുത്ത ടോപ്പിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് എ സെൽ. ഇതിന്റെ ബാക്കി തന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് എ സെൽ. ഒരു സെല്ലിന് അക്രോസിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇത് 3 സിറ്റുവേഷൻ ആണ്. ഫസ്റ്റ് വൺ, when no current is flowing, no current flows. അതായത് സെല്ല് വെറുതെ വെച്ചിരിക്കുക, സെല്ലിലൂടെ കറണ്ട് ഒന്നും ഫ്ലോ ചെയ്യാത്ത സിറ്റുവേഷൻ. വാട്ട് ഈസ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദി സെൽ? സെല്ലിന് അക്രോസിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറഞ്ഞാൽ അതിന്റെ EMF മാത്രമല്ല, ആ ഇന്റേണൽ റെസിസ്റ്റൻസ് പ്ലസ് EMF കോമ്പിനേഷൻ അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഓക്കെ, ഇന്റേണൽ റെസിസ്റ്റൻസ് പ്ലസ് EMF എന്ന് പറയുന്ന കോമ്പിനേഷൻ അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. സോ വാട്ട് ഈസ് VA മൈനസ് VB? ദർ ഇസ് നോ കറണ്ട്, കറണ്ട് ഒന്നുമില്ല. പെട്ടെന്ന് പറഞ്ഞ VA മൈനസ് VB എന്തായിരിക്കും? VA കറണ്ട് ഇല്ല, അപ്പൊ ആ റെസിസ്റ്ററിന് അക്രോസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല. പിന്നെ സെല്ലിന്റെ EMF ഉണ്ട്. സോ പ്ലസ് E ആണോ മൈനസ് E ആണോ? മൈനസ് E is equal to VB. VA minus VB is equal to E. Okay, VA minus VB is equal to E. So സെല്ലിന് അക്രോസ് കറണ്ട് ഒന്നും ഫ്ലോ ചെയ്യുന്നില്ലെങ്കിൽ വാട്ട് ഈസ് ഇറ്റ്സ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്? അതിന്റെ EMF തന്നെയാണ് അതിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓക്കെ, രണ്ടാമത്തെ സിറ്റുവേഷൻ when when current is
drawn from the cell. എല്ലാവരും മൈക്ക് ഒന്ന് ഓഫ് ആക്കി വെക്കട്ടോ. drawn from the cell. അല്ലെങ്കിൽ സെൽ എന്ത് ചെയ്യാണ്? ഡിസ്ചാർജ് ചെയ്യാം. സെല്ല് നമ്മൾ ചാർജ് എടുക്കുന്ന സിറ്റുവേഷൻ. നമ്മൾ മൊബൈൽ ഫോണൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുമ്പോൾ സെല്ലിൽ നിന്ന് ബാറ്ററിയിൽ നിന്ന് നമ്മൾ ചാർജ് എടുക്കും. ദാറ്റ് ഈസ് ഡിസ്ചാർജിങ് ദി സെൽ. അല്ലെങ്കിൽ നമ്മൾ ഒരു ബാറ്ററി ഏതെങ്കിലും എക്യുപ്മെന്റിനെ ക്രോസ് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി ആർ ഡിസ്ചാർജിങ് ദി സെൽ. സെല്ലിൽ നിന്ന് നമ്മൾ കറണ്ട് എടുക്കുകയാണ്. സപ്പോസ് വെറുതെ ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്താൽ എന്ത് ചെയ്യും? സെല്ലിൽ നിന്ന് നമ്മൾ കറണ്ട് എടുക്കും. സോ സെല്ലിന്റെ പോസിറ്റീവ് ടെർമിനലിൽ നിന്നാണ് നമ്മൾ കറണ്ട് എടുക്കുക. ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് എവിടെ തന്നെ എത്തും? നെഗറ്റീവ് ടെർമിനലിൽ എത്തും. ഈ കേസിൽ വി എ മൈനസ് വി ബി എന്താ വരിക? ഈ കേസിൽ എന്ന് പറഞ്ഞേ. ആർ വി എ മൈനസ് വി ബി എന്താ വരിക? വി എ മൈനസ് ഐ ആർ ആണോ പ്ലസ് ഐ ആർ ആണോ? അടുത്ത ടേം പറഞ്ഞ ആരെങ്കിലും? വി എ വി ടു വി ബി. വി എ മൈനസ് വി ബി ആണ് സെല്ലിന് അക്രോസിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. വി എ പ്ലസ് ഐ ആർ. അടുത്ത ടേം അത് കഴിഞ്ഞിട്ടുള്ള ടേം ഏതാ? മൈനസ് ഇ ഈക്വൽ ടു വി ബി. സോ വി എ മൈനസ് വി ബി ഈക്വൽ ടു ഇ മൈനസ് ഐ ആർ. ഇപ്പൊ ഡ്യൂറിങ് ഡിസ്ചാർജിങ് സെല്ലിൽ നിന്ന് നമ്മൾ ചാർജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സെല്ലിൽ നിന്ന് നമ്മൾ കറണ്ട് വലിക്കുകയാണെന്നുണ്ടെങ്കിൽ the actual potential difference across the cell will be less than the EMF of the cell. സെല്ലിന്റെ EMF-നേക്കാളും കുറവായിരിക്കും സെല്ലിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. മനസ്സിലായി? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നാൽ ഇന്റേണൽ റെസിസ്റ്റൻസും കൂടി ഇൻക്ലൂഡഡ് ആണ്. അതിനക്രോസ് ഉള്ള ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് that will be less than the EMF of the cell. ഇനി അടുത്ത സിറ്റുവേഷൻ, when cell is charging, when cell gets charged, ചാർജിങ്ങിന്റെ സമയത്ത്, അതായത് ഇപ്പൊ നമ്മൾ മൊബൈൽ ഫോൺ ഒക്കെ ചാർജ് ചെയ്യാൻ വെക്കും. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഒരു സെല്ലിനെ നമ്മൾ ചാർജ് ചെയ്യാം? ഒരു സെല്ലിനെ എങ്ങനെ ചാർജ് ചെയ്യാം? സെല്ലിന്റെ പോസിറ്റീവ് ടെർമിനലിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം? കറണ്ട് ഫ്ലോ ചെയ്യും. അതെങ്ങനെ ഫ്ലോ ചെയ്യിക്കുക? കറണ്ട് ഫ്ലോ ചെയ്യിക്കണം. അതിനെന്ത് ചെയ്താൽ മതി? ഇതിനേക്കാളും EMF ഉള്ള ഒരു സെല്ല് ഇതിനെ ക്രോസ് കണക്ട് ചെയ്തത്. മനസ്സിലായി? ഇതിനേക്കാളും പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോ സാധാരണ ഇതിനകത്ത് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് പോസിറ്റീവ് നിന്നായിരുന്നു ഫ്ലോ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ ഈ കേസിൽ ഇതൊരു 2 വോൾട്ടേ ഉള്ളൂ. സപ്പോസ് ദിസ് വൺ ഈസ് 2 volts. ഇത് 2 വോൾട്ടേ ഉള്ളൂ. 2 വോൾട്ട് ആണ്. ഇതിനക്രോസ് ഒരു 10 വോൾട്ട് ഇങ്ങനെ കണക്ട് ചെയ്തു എന്ന് വിചാരിച്ചു. ഇവിടെ ഒരു 10 വോൾട്ട് കണക്ട് ചെയ്താൽ എന്താ സംഭവിക്കാം? കറണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യും. കാരണം 10 വോൾട്ട് ആണ് കൂടുതൽ ഉണ്ടാവുക. അല്ലെങ്കിൽ നമ്മൾ ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്തിട്ട് ഇതിൽ കറണ്ടിന്റെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ഒക്കെ കണ്ടുപിടിക്കാം. അപ്പോൾ ഈ 2 വോൾട്ട് അല്ലെങ്കിൽ ഈ എന്ന് പറയുന്ന സെല്ലിന്റെ പോസിറ്റീവിലോട്ടാണ് കറണ്ട് ഫ്ലോ ചെയ്യുക. സെല്ലിന്റെ പോസിറ്റീവിലോട്ട് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ നമ്മൾ പറയും സെൽ ഈസ് ഗെറ്റിംഗ് ചാർജ്. സെല്ലിന്റെ പോസിറ്റീവിൽ നിന്ന് കറണ്ട് വലിക്കുമ്പോൾ നമ്മൾ പറയും സെൽ ഈസ് ഗെറ്റിംഗ് ഡിസ്ചാർജ്. ഓക്കെ, സെൽ ഈസ് ഗെറ്റിംഗ് ഡിസ്ചാർജ്. സോ അപ്പൊ എപ്പോഴാണ് സെല്ല് ചാർജ്ഡ് ആവുക എന്ന് മനസ്സിലാക്കുക. എപ്പോഴാണ് സെല്ല് ചാർജ്ഡ് ആവുക? when current flows to the positive terminal. Okay, അപ്പൊ ഈ കേസിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായിരിക്കും? What will be the potential difference? പെട്ടെന്ന് കണ്ടുപിടിച്ച വി എ മൈനസ് ഇക്വേഷൻ എഴുതിയിട്ട്. ഇ പ്ലസ് ഐ ആർ. ഓക്കെ, നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ വി എ മൈനസ് ഐ ആർ മൈനസ് ഇ is equal to VB. VA minus VB is equal to E plus IR. So during charging, the potential difference across the cell will be more than the potential difference of the EMF of the cell. Okay, so that is the potential difference across the cell. നമുക്ക് ഇതിലൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്യാം.
1 ohm. Three ohm. Okay. So 10 volt battery ഉണ്ട്. First one is 10 volt battery. അതിന്റെ internal resistance ആണ് 2 ohm. Okay. പിന്നെ 4 volt battery ഉണ്ട്. അതിന്റെ internal resistance ആണ് 1 ohm. നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഇതാണ്. Find the current in the circuit. Find the current in the circuit. പിന്നെ എന്താ കണ്ടുപിടിക്കണം? Find the potential difference across each cell. ഇവിടെ രണ്ട് സെൽ ഉണ്ട്. രണ്ട് സെല്ലിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കും. Find the potential difference across each cell. അപ്പൊ ചെയ്ത് നോക്കിയേ. ഒരു സെക്കൻഡ് പോയ കറണ്ട് കിട്ടിയോ? കറണ്ട് എങ്ങനെയെങ്കിലും മാർക്ക് ചെയ്യാം. എന്നിട്ട് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഏകദേശം അറിയാം 10 വോൾട്ടിന്റെ ബാറ്ററിയിൽ നിന്നായിരിക്കും മിക്കവാറും കറണ്ട് വലിക്കുന്നുണ്ടാവും. കറണ്ട് എത്ര കിട്ടിയേ? ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്താൽ മതി. എങ്ങനെ ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്താൽ മതി. ABCD. കറണ്ട് കിട്ടിയ ആർക്കെങ്കിലും? 1 ആംപിയർ. ഇതിനകത്ത് അപ്പൊ ഏതൊക്കെയാ സെൽ, ഏത് സെല്ലാണ് ചാർജിങ്, ഏത് സെല്ലാണ് ഡിസ്ചാർജിങ് അതെന്ന് പറഞ്ഞേ. കറണ്ട് 1 ആംപിയർ കിട്ടിയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്താൽ മതി. ഞാൻ ABCD എന്ന് പറയുന്ന ലൂപ്പ് റൂൾ അപ്ലൈ ആണെന്നുണ്ടെങ്കിൽ HB ഒന്നുമില്ല, പിന്നെ ഒരു സെല്ലുണ്ട്. എത്രയാ? അപ്പോ ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇന്റേണൽ റെസിസ്റ്റൻസും കൂടി ഇൻക്ലൂഡ് ചെയ്യിക്കണം. ഓക്കെ, അല്ലാതെ മറ്റേ റെസിസ്റ്റർ മാത്രം ഇൻക്ലൂഡ് ചെയ്യിച്ചാൽ പോരാ. ഇൻക്ലൂഡ് ദി ഇന്റേണൽ റെസിസ്റ്റൻസ് ആൾസോ. സോ HB ഒന്നുമില്ല. B2C ഒരു -4 വരും. ബാറ്ററിയുടെ പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ്. -I അല്ലെ, 1 × I × 1 -3I. പിന്നെന്താണ്? -2I + 10 = 0. ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്താൽ. സോ I = 1 ആംപിയർ എന്ന് എല്ലാവർക്കും കിട്ടിയിരുന്നു. ഇതിനകത്ത് ഏതൊക്കെ? അപ്പോ 1 ആംപിയർ ഫ്ലോ ചെയ്യുന്ന HB ഇങ്ങനെയാണ്. ഏത് സെല്ലാണ് ചാർജ്ഡ് ആയിട്ട് മാറുന്നത്? ഏത് സെല്ലാണ് ഡിസ്ചാർജ്ഡ് ആയിട്ട് മാറുന്നത്? 4 volt gets discharged, charged, and 10 volt ഡിസ്ചാർജ്ഡ് ആയിട്ട് മാറും. കാരണം 10 വോൾട്ട് നിന്നാണ് കറണ്ട് വലിക്കുന്നത്, 4 വോൾട്ട് നിന്നാണ് കറണ്ട് എടുക്കുന്നത്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിച്ചേ. 10 വോൾട്ടിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആൻഡ് 4 വോൾട്ടിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. 10 വോൾട്ടിന് അക്രോസ് 8, 4 വോൾട്ടിന് അക്രോസ് 5.
എല്ലാവർക്കും കിട്ടിയോ? കിട്ടിയിട്ടുണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നു. ഓക്കെ. അപ്പോ ഡിസ്ചാർജ് ചെയ്യുന്നതിന് അക്രോസ് എന്താണ്? ഇ മൈനസ് ഐ ആർ. അപ്പൊ 10 വോൾട്ട് ഡിസ്ചാർജ് ചെയ്യാണ്. സോ 10 മൈനസ് 2 into 1. കറണ്ട് 1 ആണ്. ചാർജ് ആവുന്നതാണെങ്കിൽ ഇ പ്ലസ് ഐ ആർ. 4 plus 1 into 1. 5 എന്ന് കിട്ടും. ഓക്കെ. ഇനി അങ്ങനെ അല്ലെങ്കിലും പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാം. ഈ ഡിസ്ചാർജിങ്ങും ചാർജിങ്ങും ഒന്നും അറിയില്ലെങ്കിലും വി എ മൈനസ് വി ഡി കണ്ടുപിടിച്ചൂടെ? വി എ മൈനസ് വി ഡി സാധാരണ നമ്മൾ കണ്ടുപിടിക്കുന്ന പോലെ വി എ മൈനസ് 10 കറണ്ടിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ പ്ലസ് 2 into കറണ്ട് 1 സിക്കോൾ ടു വി ബി. അങ്ങനെയും ചെയ്യാം. വി ഡി സിക്കോൾ ടു വി ബി അങ്ങനെയും ചെയ്യാട്ടോ. പക്ഷെ നമ്മൾ ഈ ഇത് അറിഞ്ഞിരിക്കുന്നതല്ല. അങ്ങനെയാണെങ്കിൽ പ്രോബ്ലംസ് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് വൺ വേ. പക്ഷെ ഇപ്പൊ പഠിപ്പിച്ച മെത്തേഡ് വെച്ച് ചെയ്യുകയാണെങ്കിൽ ചാർജിങ് ആണെന്നുണ്ടെങ്കിൽ വി പ്ലസ് ഐ ആർ, ഇ പ്ലസ് ഐ ആർ. ഡിസ്ചാർജിങ് ആണെന്നുണ്ടെങ്കിൽ ഇ മൈനസ് ഐ ആർ. സോ എല്ലാവർക്കും ആൻസർ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. കിട്ടിയോ? 10 വോൾട്ടിന് അക്രോസ് എത്രയാ? 10 വോൾട്ട്, 8 വോൾട്ട്, 4 വോൾട്ടിന് അക്രോസ് 5 വോൾട്ട്. ഓക്കെ. സോ ദാറ്റ്സ് ഇറ്റ്. സോ അതാണ് സെല്ലിന്റെ കേസ്. ഓക്കെ. ഇനി നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത് സെൽസിന്റെ കോമ്പിനേഷൻ ആണ്. കോമ്പിനേഷൻ ഓഫ് സെൽസ്. അതായത് ഇപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഒന്ന് രണ്ട് സെല്ലൊക്കെ വരുമ്പോഴേക്കും നമുക്ക് സോൾവ് ചെയ്യാൻ എപ്പോഴും നമ്മൾ ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കും അല്ലെ? അപ്പൊ ചില സിറ്റുവേഷനിൽ ഇപ്പൊ ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യുന്നതിനേക്കാളും നല്ലത് സെല്ലിനും സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ ഉണ്ട്. മനസ്സിലായോ? സോ സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ ഓഫ് സെൽസ് എടുത്തിട്ട് നമുക്ക് ചില സർക്യൂട്ട്സ് പെട്ടെന്ന് സോൾവ് ചെയ്യാം. സോ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ സർക്യൂട്ട് സോൾവ് ചെയ്യാൻ പല മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് പറഞ്ഞ ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെത്തേഡ് അപ്ലൈ ചെയ്യും. അതല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്നതാണ് സെല്ലിന്റെ സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ. എല്ലാ മെത്തേഡും എല്ലായ്പ്പോഴും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ചില ക്വസ്റ്റ്യനിൽ എല്ലാ മെത്തേഡും അപ്ലൈ ചെയ്യാൻ പറ്റും. ഒരു പർട്ടിക്കുലർ മെത്തേഡ് എളുപ്പമായിരിക്കും. ചില ക്വസ്റ്റ്യനിൽ ചില മെത്തേഡ് എന്തായിരിക്കും പറ്റുള്ളൂ, ബാക്കി മെത്തേഡ് ചിലപ്പോൾ പറ്റുന്നുണ്ടാവില്ല. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാം. അപ്പോ ഏതാണെന്ന് നമ്മൾ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കുറെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് പരിശീലിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. കറണ്ട് ഇലക്ട്രിസിറ്റി മെയിൻലി നമ്മൾ എത്ര പ്രോബ്ലംസ് ചെയ്യുന്നു അതിനനുസരിച്ചാണ് നമുക്ക് സർക്യൂട്ട് സോൾവിംഗ് കപ്പാസിറ്റി നമുക്ക് കൂടി വരിക. ഓക്കെ. സോ അടുത്തതെന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് സെൽസ്. കോമ്പിനേഷൻ ഓഫ് സെൽസ്. കോമ്പിനേഷൻ ഓഫ് സെൽസ്. സെൽസിന്റെ കോമ്പിനേഷൻ. സോ ഒന്നിലധികം ആരാണ് കൈ വന്നത്? യാച്ചിൻ എന്താണ്? ഓക്കെ. സോ ഒന്നിലധികം സെൽസ് നമ്മൾ വെക്കുകയാണെങ്കിൽ എന്താ പറയാ, അതിനെന്താ പറയാ, ടിഷ്യൂ ആണോ? അല്ലല്ലോ. ഓക്കെ. സോ അത് ബയോളജി. സോ ഒന്നിൽ അല്ലെങ്കിൽ വേറെന്താ സെല്ലുകൾ കൂടി ചേർന്ന് ജയിൽ ഉണ്ടാവില്ലേ? ജയിലിനൊക്കെ കുറെ സെല്ല് എന്ന് പറയാറ്. സോ ഏതായാലും ഒന്നിലധികം സെൽസ്, നമ്മളവിടെ ബാറ്ററി ആണ് ഉദ്ദേശിക്കുന്നത്. സെൽസ് സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ ആവുമ്പോൾ എന്താണ് സംഭവിക്കുക നോക്കാം. സോ ഫസ്റ്റ് സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ. ഫസ്റ്റ് ഇത് സീരീസ് കോമ്പിനേഷൻ. സീരീസ് കോമ്പിനേഷൻ ഓഫ് സെൽസ്. ഓക്കെ. സീരീസ് കോമ്പിനേഷനിൽ നമ്മൾ റെസിസ്റ്റേഴ്സിന്റെ കേസ് ചെയ്തിരുന്നു. റെസിസ്റ്റേഴ്സിന്റെ കേസിൽ നമ്മൾ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരു സെല്ല് കണക്ട് ചെയ്തിട്ട് ഇത് വരക്കണ്ട, ഞാൻ റെസിസ്റ്ററിന്റെ കേസ് പറയാൻ വേണ്ടിയിട്ടാണ്. ഇത് വി, ഇത് വി, ഇത് R1, ഇത് R2. ഈ R ഇക്വലന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ R1 R2, ഈ R1നെയും R2നെയും R ഇക്വലൻസ് ഇത് 2, ഇത് 3 ആണ്. ഈ 2നെയും 3നെയും കൂടി R ഇക്വലന്റ് കേസിൽ 5 വരും അല്ലെ? 5 വെച്ച് റീപ്ലേസ് ചെയ്താൽ ബാറ്ററിയിൽ നിന്ന് വലിക്കുന്ന കറണ്ട് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ. ഈ കേസിലും ഇവിടെയുമുള്ള കറണ്ട് ഇത് 5 ആണെന്നുണ്ടെങ്കിൽ ഇതിലൂടെയുള്ള കറണ്ടും സെയിം ആയിരിക്കും. സോ വി ഹാവ് ടു റീപ്ലേസ് 2 and 3 by a equivalent resistance of 5 so that the current drawn from the battery will be same. അങ്ങനത്തെ റെസിസ്റ്റർ എത്രയാണ് വരുന്നത്? അത് 5 ആണ് വരുന്നത്. അതാണ് ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്.
പക്ഷെ ഇതിനകത്ത് നമ്മൾ അങ്ങനെയല്ല, നേരെ തിരിച്ചാണ് പറയുന്നത്. ഓക്കെ, നേരെ തിരിച്ചാണ് ഇതിനകത്ത് നമ്മൾ വരുന്നത്. എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ നേരെ തിരിച്ചാണ്. ഇതിനകത്ത് നമുക്ക് മോർ ദാൻ വൺ സെല്ലാണ് ഉണ്ടാവും. വി വിൽ ഹാവ് സെൽ മോർ ദാൻ വൺ സെൽസ്. ഓക്കെ, സോ ദാറ്റ് വി ഹാവ് ടു ഫൈൻഡ് ദി ഇക്വലന്റ് EMF ആൻഡ് ഇന്റേണൽ റെസിസ്റ്റൻസ്. നമ്മൾ ഒരുപാട് സെൽസ് ഇതിനകത്ത് ഉണ്ടാവും. ഒരു സെല്ല്, അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ്, അടുത്ത സെല്ല്, അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ്, അങ്ങനെ പോയിട്ട് ഒരുപാട് സെൽസ്, n സെൽസ് ഉണ്ട്. ഇതൊരു എക്സ്റ്റേണൽ റെസിസ്റ്ററിനെ അക്രോസ് കണക്ട് ചെയ്തു. എക്സ്റ്റേണൽ റെസിസ്റ്ററിനെ അക്രോസ് കണക്ട് ചെയ്തു. സോ ഇതിന്റെ EMF E1, ഇതിൻ്റെത് R1, ഇതിന്റെ EMF E2, ഇതിൻ്റെത് R2. ഇത് അങ്ങനെ പോയിട്ട് n സെൽസ്, ഇതിന്റെ EMF EN, ഇന്റേണൽ റെസിസ്റ്റൻസ് Rn. ഓക്കെ, എല്ലാ സെല്ലും ഒരേ പൊളാരിറ്റി റിവേഴ്സ് ചെയ്തിട്ടില്ല, എല്ലാം സെയിം ഓർഡറിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ we have to replace it by a single cell. ഒരു സിംഗിൾ സെല്ല് വെച്ച് റീപ്ലേസ് ചെയ്യണം. സോ ദാറ്റ് കറണ്ട് ത്രൂ ദി എക്സ്റ്റേണൽ റെസിസ്റ്റർ, മറ്റേ കേസിൽ എന്തായിരുന്നു, റെസിസ്റ്ററിന്റെ കേസിൽ കറണ്ട് ത്രൂ ദി ബാറ്ററി ഷുഡ് ബി സെയിം. ആ കേസിൽ ഈക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുമ്പോൾ, ഈ കേസിൽ എന്താണ്, കറണ്ട് ത്രൂ ദി എക്സ്റ്റേണൽ റെസിസ്റ്റർ രണ്ട് കേസിലും എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. ഫോർ ദാറ്റ് വാട്ട് ഷുഡ് ബി ദി equivalent EMF and equivalent internal resistance. ഓക്കെ, അപ്പൊ മുമ്പ് പറഞ്ഞതിനകത്ത് എന്തായിരുന്നു, മുമ്പ് പറഞ്ഞതിനകത്ത് ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ബാറ്ററിയിലൂടെയുള്ള കറണ്ട് സെയിം ആയിരിക്കണം. ഈ റെസിസ്റ്റൻസിനെല്ലാം കൂടി ഒരൊറ്റ റെസിസ്റ്റർ വെച്ച് റീപ്ലേസ് ചെയ്താലും ബാറ്ററിയിലൂടെയുള്ള കറണ്ട് സെയിം ആയിരിക്കണം. പക്ഷെ ഇതിനകത്ത് എന്ന് പറയുന്നത് എന്താണ്, ഈ ബാറ്ററിനെല്ലാം കൂടി റീപ്ലേസ് ചെയ്താലും എക്സ്റ്റേണൽ റെസിസ്റ്ററിലൂടെയുള്ള കറണ്ട് എന്തായിരിക്കണം, അത് സെയിം ആയിരിക്കണം. സോ അതാണ് ഇവിടെ ഇക്വലന്റ് EMFും ഇക്വലന്റ് ഇന്റേണൽ റെസിസ്റ്റൻസും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇക്വലന്റ് സെല്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടുത്തെ കറണ്ടായി, ഇവിടുത്തെ കറണ്ടും ആയി തന്നെ. ഓക്കെ, നൗ ഇതിനകത്ത് ഞാൻ ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യണം. ABCD ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്തെന്ന് കിട്ടും. ഇതിനകത്ത് കറണ്ട് എന്താണെന്ന് പറഞ്ഞാൽ, റൈറ്റ് ഹാൻഡ് സൈഡിലെ കറണ്ട് എന്താ വരിക, ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്താ വരിക, ഒന്നെങ്കിലും ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യാം, അതിന്റെ ആവശ്യമില്ല. ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്താ, R equivalent plus R അല്ലേ, സീരീസ് കോമ്പിനേഷൻ. സോ കറണ്ട് എന്ന് പറയുന്നത് E equivalent ഡിവൈഡഡ് ബൈ R equivalent plus R എന്ന് വരും. ഓക്കെ, സീരീസ് കോമ്പിനേഷൻ E equivalent, അല്ലെങ്കിൽ ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്തിട്ട് കണ്ടുപിടിച്ചാലും മതി. ഓക്കെ, E equivalent ഡിവൈഡ് ബൈ R equivalent plus R എന്ന് വരും. ഇനി ഇതിനകത്ത് കറണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ വലിയ സർക്യൂട്ടിലെ കറണ്ട് എന്ത് വരും നോക്കാം. അതിന് നമ്മൾ ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യും. ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യാൻ എന്താ വരിക, A to B ഒന്നുമില്ല, B to C എന്താണുള്ളത്, റെസിസ്റ്റർ ഉണ്ട്, -IR. ഇനി ഇങ്ങനെ പോയി C to D ഒന്നുമില്ല, പിന്നെ എന്താണ് വരുന്നത്, ഫസ്റ്റ് ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ് വരും അല്ലെ, ഇന്റേണൽ റെസിസ്റ്റൻസ്. അപ്പൊ അതിന്റെ എന്ത് വരും, -IRN പ്ലസ് EN. ഓക്കെ, അങ്ങനെ പോയി അവസാനം എന്തായിട്ട് മാറും, -IR2 പ്ലസ് E2 -IR1 പ്ലസ് E1 = 0. ക്ലിയർ ആണോ, ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്ത് ക്ലിയർ ആണോ, ഓക്കെ ആണോ? ആ വലിയ ലൂപ്പിൽ ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ആദ്യം -IR, അതായത് ഫസ്റ്റ് റെസിസ്റ്റർ മാത്രം. ഓക്കെ, പിന്നെ ഉള്ള സെല്ലിൽ ആദ്യം പോകുമ്പോൾ ഇന്റേണൽ റെസിസ്റ്റൻസിനെ മീറ്റ് ചെയ്യും, പിന്നെ അതിന്റെ EMF എടുക്കുമ്പോൾ മൈനസ് എടുക്കുന്നു, കാരണം എന്താണ്, നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ് മൂവ് ചെയ്യുന്നത്. സോ പ്ലസ് എടുക്കണം, കാരണം നെഗറ്റീവ് ടു പോസിറ്റീവ് പൊട്ടൻഷ്യൽ റൈസ് ആണ്. അപ്പൊ നമ്മൾ ഇതിനെ ഒരുമിച്ച് എഴുതുകയാണെന്നുണ്ടെങ്കിൽ, ഇഫ് യു റൈറ്റ് ഇറ്റ് ടുഗദർ, അതിന്റെ ടേംസ്, കറണ്ടിന്റെ ടേംസ് എല്ലാം കൂടി ഒരുമിച്ച് എഴുതാം. സോ കറണ്ടിന്റെ ടേംസ് എല്ലാം കൂടി ഒരുമിച്ച് എഴുതുമ്പോൾ -I പുറത്തെടുക്കാം, R ഉണ്ടാവും, പിന്നെ ലാസ്റ്റ് R1 എടുക്കാം, R2 ഉണ്ടാവും, എക്സെട്ര അപ് ടു RN ഉണ്ടാവും. പിന്നെ എന്താ ഉള്ളത്, EMFന്റെ ടേംസ് ആണ്, E1 പ്ലസ് E2 പ്ലസ് എക്സെട്ര അപ് ടു EN is equal to 0. ഓക്കെ, നൗ ഇതിനൊന്നും കൂടി മാറ്റി എഴുതാണെന്നുണ്ടെങ്കിൽ,
minus I into R plus ഈ R1 plus R2 plus Rn ആണ് സിഗ്മ R എന്ന് എഴുതി കൂടെ സമ്മേഷൻ R. സമ്മേഷൻ R എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ കുഞ്ഞാറും കൂടി അല്ലെ സ്മോൾ ആറും കൂടി എല്ലാം കൂടി ആഡ് ചെയ്യാം. ഓക്കെ, സോ അതെല്ലാം കൂടി ആഡ് ചെയ്യുന്നതാണ് സിഗ്മ ആർ എന്ന് പറയുന്നത്. പ്ലസ് E1 plus E2 plus E എന്ത് എഴുതാം? സിഗ്മ E എന്ന് എഴുതാം. സോ ഫ്രം ദിസ് വി ഗെറ്റ് I is equal to sigma E summation E divided by sigma R plus R. Correct അല്ലേ? sigma R plus R. Okay, so ഇതും ഈ മോളിൽ എഴുതിയിട്ടുള്ള ഈ ഇക്വേഷൻ ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ കിട്ടുക? താഴെ ഡിനോമിനേറ്റർ നോക്കാം. ഡിനോമിനേറ്ററിൽ മോളത്തെ ഇക്വേഷനിൽ ക്യാപിറ്റൽ ആറിന്റെ കൂടെ ആഡ് ചെയ്യുന്നത് എന്താ? ആർ ഇക്വലന്റ് ഇന്റർലസൻസ്. അപ്പൊ ഈ കേസിൽ ഇക്വലന്റ് ഇന്റർലസൻസ് ഇവിടെ ആഡ് ചെയ്യുന്നത് എന്താ? സിഗ്മ ആർ ആണ്. സോ കമ്പയറിംഗ് ദി ഇക്വേഷൻസ് വി ഗെറ്റ് ആർ ഇക്വലന്റ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓഫ് ഓൾ ദി ഇന്റർലസൻസസ്. എല്ലാ ഇന്റർലസൻസിന്റെയും കൂടി സം ആണ് എന്തെന്ന് പറയുന്നത് ഇക്വലന്റ് ഇന്റർലസൻസ്. സിമിലർലി ന്യൂമറേറ്ററിൽ എന്ത് മാത്രമേ ഉള്ളൂ? സിഗ്മ ഇ മാത്രമേ ഉള്ളൂ. ഓക്കെ, സമ്മേഷൻ ഇ മാത്രമേ ഉള്ളൂ. അതേപോലെ മറ്റൊടത്തുള്ളത് ഇ ഇക്വലന്റ് ആണ്. സോ നമ്മൾ ഈ രണ്ട് ഇക്വേഷൻസും കൂടി കമ്പയർ ചെയ്യാം. വി ആർ കമ്പയറിംഗ് ദീസ് ടു ഇക്വേഷൻസ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇ ഇക്വലന്റ് എന്താ വരിക? വാട്ട് വിൽ ബി ഇ ഇക്വലന്റ്? ഇ ഇക്വലന്റ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഇ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? എല്ലാ ഇ എം എഫും കൂടി ആഡ് ചെയ്യാം, എല്ലാ ഇന്റർലസൻസും കൂടി ആഡ് ചെയ്യാം. അപ്പോ ഒരുപാട് സെൽസ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ സീരീസ് കോമ്പിനേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇക്വലന്റ് ഇ എം എഫ് കിട്ടാൻ എല്ലാത്തിന്റെയും കൂടി ഇ എം എഫ് എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. ഇക്വലന്റ് ഇന്റർലസൻസ് കിട്ടാൻ എല്ലാത്തിന്റെയും കൂടി ഇന്റർലസൻസ് എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോ എന്നിട്ട് എന്ത് ചെയ്താൽ മതി? ഈ ഇക്വലന്റും ആർ ഇക്വലന്റും കണ്ടുപിടിച്ച് കറണ്ട് ഒറ്റയടിക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് സീരീസ് കോമ്പിനേഷന്റെ കേസ്. ഇനി ഇതിന്റെ ഒരു നോട്ടായിട്ട് എഴുതിയ നോട്ട് ഫസ്റ്റ് വൺ, ഇഫ് all the cells are identical, എല്ലാ സെല്ലും ഐഡന്റിക്കൽ ആണ്, n സെൽസ് ഉണ്ടെന്ന് വിചാരിച്ചു. n cells അങ്ങനെയാണെങ്കിൽ ഈ ഇക്വലന്റ് എന്താ വരിക? എല്ലാത്തിന്റെ വാല്യൂം ഇ ആണ്. എന്താ വരിക? എല്ലാം കൂടി ആഡ് ചെയ്താൽ എന്ത് വരും? n സെൽസ് എല്ലാം ഐഡന്റിക്കൽ ആണ്. n ഇ അല്ലെ? n ഇ എന്ന് വരും, n ഇൻറ്റു ഇ എന്ന് വരും. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ n ഇ നോക്കിയാൽ മതി. അപ്പൊ എന്ത് കിട്ടും? n ഇ എന്ന് കിട്ടും. ഓക്കെ, സോ ദാറ്റ് വിൽ ബി n ഇ. ഇനി അടുത്തതോ ആർ ഇക്വലന്റ് എന്താ വരിക? ആർ ഇക്വലന്റ് NR. R is equal to N, R equivalent is equal to NR. ഇതാണ് ഐഡന്റിക്കൽ സെൽസ് ആണെങ്കിൽ ഇക്വലന്റ് ഇ എം എഫും ഇക്വലന്റ് ഇന്റർലസൻസും വരാം. സപ്പോസ് നമ്മളിവിടെ എല്ലാ സെൽസും ഒരേ പൊളാരിറ്റിയിലാണ് കണക്ട് ചെയ്ത്. ഓക്കെ, എല്ലാം ഒരേപോലെ പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെയാണ് കണക്ട് ചെയ്തത്. ഇഫ് എനി ഓഫ് ദി സെൽ ഈസ് കണക്റ്റഡ് ഇൻ റിവേഴ്സ് പൊളാരിറ്റി, സെക്കൻഡ് വൺ, ഇഫ് any of these cell is connected in reverse polarity, its EMF, adinte EMF എന്തായിട്ട് എടുക്കണം? its EMF should be taken as negative. അതിന്റെ ഇ എം എഫ് എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം? നെഗറ്റീവ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. അതായത് ഏതെങ്കിലും ഒരു സെല്ല് ഇതിനകത്ത് ഓപ്പോസിറ്റ് പൊളാരിറ്റിയിൽ കണക്ട് ചെയ്യും. ഇതിനകത്ത് ഞാൻ E2 എന്ന് പറയുന്ന സെല്ല് ഞാൻ റിവേഴ്സ് പൊളാരിറ്റിയിൽ കണക്ട് ചെയ്യുന്നു.
E2 റിവേഴ്സ് ആയിട്ട് കണക്ട് ചെയ്യും. അതായത് എല്ലാത്തിന്റെയും നേരെ റിവേഴ്സ് ഓർഡറിൽ E2 മാത്രം കണക്ട് ചെയ്യും. അപ്പൊ നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ എല്ലാ ഇക്വേഷനും ഒരേപോലെ വരും. പക്ഷെ എവിടെ മാത്രം മാറ്റം വരും? ഈ E2 എന്ന് പറയുന്ന ടേം ഇവിടെ എഴുതുമ്പോൾ E2 എന്ന് പറയുന്ന ടേം നമ്മൾ ഇവിടെ എഴുതുമ്പോൾ എന്ത് സംഭവിക്കും? അതിന് മാത്രം എന്ത് വരും? മൈനസ് സൈൻ വരും. മനസ്സിലായോ? കാരണം അതിന്റെ പോസിറ്റീവ് ടു നെഗറ്റീവ് ആവും നമ്മൾ ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ. സോ അതിന്റെ മാത്രം നമ്മൾ മാറ്റി എഴുതുമ്പോൾ ബാക്കിയെല്ലാം പ്ലസ് ആണെങ്കിൽ അത് മാത്രം നെഗറ്റീവ് ആയിട്ട് മാറും. മനസ്സിലായോ? സോ അതിന്റെ EMF എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം? നെഗറ്റീവ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. സോ സാധാരണ എല്ലാ സെൽസും കൂടി പോസിറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഓർഡറിലാണ്. ചില സെൽസ് ഓപ്പോസിറ്റ് ഓർഡറിലാണ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പൊളാരിറ്റി എന്തായിട്ട് എടുക്കണം? നെഗറ്റീവ് ആയിട്ട് എടുക്കണം. പൊളാരിറ്റി മാത്രം എടുത്താൽ മതി. പൊളാരിറ്റി നെഗറ്റീവ് ആണ്, EMF നെഗറ്റീവ് ആയിട്ട് എടുത്താൽ മതി. ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ത് ചെയ്യണ്ട? -R എന്ന് എടുക്കണ്ട. മനസ്സിലായി? ഇന്റേണൽ റെസിസ്റ്റൻസ് R തന്നെയാണ്. റെസിസ്റ്റൻസ് എങ്ങനെ കണക്ട് ചെയ്താലും ഒരേപോലെ തന്നെയാണ്. തിരിച്ച് കണക്ട് ചെയ്താലും ഇങ്ങനെ കണക്ട് ചെയ്താലും, ഇങ്ങനെ കണക്ട് ചെയ്താൽ 10 Ohm, തിരിച്ച് കണക്ട് ചെയ്താൽ -10 Ohm, എല്ലാ റെസിസ്റ്റൻസ് സെയിം തന്നെയാണ്. ഓക്കെ, ഓൺലി EMF ഹാസ് ടു ബി ടേക്കൺ ആസ് നെഗറ്റീവ്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ എഴുതാം. റൈറ്റ് വൺ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് നമുക്ക് ക്ലാസ് നിർത്താം. ബാക്കി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ എഴുതിയാം. Identical cells of EMF E, capital E, and internal resistance R, and internal resistance R, small r, kunya, are connected in series. Are connected in series. Of which അപ്പൊ n സെൽസ് ഉണ്ട്. n സെൽസ് എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? n സെൽസ് സീരീസിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓഫ് വിച്ച് m are connected in reverse polarity. അതായത് ടോട്ടൽ n ഉണ്ട്, അതിനകത്ത് m എണ്ണം റിവേഴ്സ് പൊളാരിറ്റിയിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദി equivalent EMF and equivalent internal resistance of the combination? What is the equivalent EMF and internal resistance of the combination? Equivalent EMF and internal resistance of the combination. Okay, we have n cells. ഇതിനകത്ത് m എണ്ണ റിവേഴ്സ് പൊളാരിറ്റിയിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. മനസ്സിലായില്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈക്വലന്റ് EMFും ഈക്വലന്റ് ഇന്റേണൽ റെസിസ്റ്റൻസും കണ്ടുപിടിക്കും. പറഞ്ഞേ പെട്ടെന്ന്. ആൻസർ ആർക്കെങ്കിലും കിട്ടിയോ? n - m × E NR എന്ന് പറയുന്ന ഇക്വലന്റ് ഇന്റൻസൻസ് NR. അത് മാറ്റില്ല, അതെങ്ങനെ കണക്ട് ചെയ്താലും അതേപോലെ തന്നെ. ഓക്കെ, കറക്റ്റ് ആണ്. മറ്റേത് എത്ര ഇക്വലന്റ് EMF എത്രയായിരുന്നു? ബാക്കിയുള്ളവർ പറഞ്ഞു, കിട്ടിയവരൊക്കെ പറഞ്ഞു. ഹരി ഗോവിന്ദ്, n - 2m × E. സാൻഡ്ര n - 2m × E. ഓക്കെ, സോ ആൻസർ കറക്റ്റ് ആണ്. n - m × E അല്ല, n - 2m × E ആണ്. ഓക്കെ, നമ്മുടെ കയ്യിലുള്ളത് ടോട്ടല് n സെൽസ് ആണ്, ഓഫ് വിച്ച് m are connected in reversed polarity. സോ ടോട്ടല് നമ്മുടെ കയ്യിലുള്ളത് n സെൽസ് ആണ്. ഓക്കെ,
അതിനകത്ത് എം സെൽസ് എന്ത് ചെയ്തിരിക്കുകയാണ്, റിവേഴ്സ് പൊളാരിറ്റിയിൽ കണക്ട് ചെയ്തിരിക്കുക. ഓക്കെ, എം സെൽസ്. അപ്പൊ ഡയറക്റ്റ് പൊളാരിറ്റിയിൽ കണക്ട് ചെയ്ത് എത്ര മാത്രമേ ഉണ്ടാവുള്ളൂ? ഡയറക്റ്റ് പൊളാരിറ്റിയിൽ കണക്ട് ചെയ്ത് എത്ര ഉണ്ടാവും? ടോട്ടൽ n ഉണ്ട്, അതിനകത്ത് എം സെൽസ് എന്താണ്, റിവേഴ്സൽ പൊളാരിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് പൊളാരിറ്റിയിൽ കണക്ട് ചെയ്തത് n-m ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? സോ ഈ ഡയറക്റ്റ് പൊളാരിറ്റിയിൽ കണക്ട് ചെയ്തതിന്റെ EMF എല്ലാം കൂടി ആഡ് ചെയ്താൽ n-m × E അതെല്ലാം കൂടി ആഡ് ചെയ്യണം. അതിന്റെ കൂടെ എന്ത് സബ്ട്രാക്ട് ചെയ്യണം? റിവേഴ്സ് പൊളാരിറ്റിയിലുള്ളത് നെഗറ്റീവ് ആയിട്ട് എടുത്തിട്ട് അത് സബ്ട്രാക്ട് ചെയ്യണം. സോ m × -m × E. So this will be n-2m × E. Okay, clear ആണ്? So it will be n-2m × E. That will be the equivalent EMF. Equivalent internal resistance അത് തന്നെ, എങ്ങനെ കണക്ട് ചെയ്താലും ആഡ് ചെയ്യാൻ വേണ്ട, സബ്ട്രാക്ട് ചെയ്യരുത്. സോ ദാറ്റ് വിൽ ബി n-r. Okay, I hope it's clear. നമുക്ക് പാരലൽ കോമ്പിനേഷനും കൂടി ഉണ്ട്. പാരലൽ കോമ്പിനേഷനിലെ ഡെറിവേഷൻ ഇത്തിരി ലെങ്തി ആണ്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇന്ന് അടുത്ത എല്ലാം ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സോ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം.